അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. വളരെ റാഹത്തായി ഇന്നത്തെ ദർസും കൂടി ഇൻഷാ അല്ലാഹ്. വളരെ സന്തോഷകരമായി. ഉസ്താദെ, ഈ ആ ഇബാറത്തില് ഇവിടെ കിതാബിൽ അന്നഹു കാന യുഹിബ്ബു തയമ്മം എന്ന കാണുന്നത്. തയമ്മം, അതായത് ലി അന്നഹുവിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഇല്ല. അതുകൊണ്ട് കിതാബില് വേണ്ടതല്ലേ, അല്ല ഉസ്താദ് കൂട്ടി പറഞ്ഞതാണോ, അല്ല അങ്ങനെ വേണോ, ഇവിടെ വിട്ടുപോയതാണോ എന്ന് അറിയണം. അതാണ് ഒരു കാര്യം ഉസ്താദെ. പിന്നെ മറ്റൊന്ന്, ഈ മുഖം കഴുകുമ്പോൾ ഇപ്പൊ നമ്മള് തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ തണുപ്പിന് ഈ മുഖമെല്ലാം ചുളിഞ്ഞ സമയം ഉണ്ടാവും, കാലാവസ്ഥ. ഈ സമയത്ത് ഒരു പ്രാവശ്യം കഴുകിയാൽ തന്നെ അത് എല്ലാ സ്ഥലത്തും നനഞ്ഞോളം ഇല്ല. ആ നനയാത്ത കാലത്തോളം നമ്മൾ വീണ്ടും വീണ്ടും കഴുകും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞാൻ 3, 4, 5 പ്രാവശ്യം ചെയ്യുന്നതായി കാണും. നമ്മുടെ ദൃഷ്ടിയിൽ അത് വന്നേ ആവുള്ളൂ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുമ്പ് തന്നെ കാലിന് വെള്ളം ഒഴിക്കും, മുഖമൊന്ന് വെറുതെ കഴുകും, പിന്നെ ഉളുവിന്റെ വേറെ കഴുകാനാണ്. അപ്പൊ ഒന്നിൽ തന്നെ ഒപ്പിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ആകുമ്പോ സാധാരണക്കാര് മനസ്സിലാക്കാൻ 3 പ്രാവശ്യമേ പാടുള്ളൂ, അതിനപ്പുറം പാടില്ല എന്ന് കൂടി സാധാരണക്കാർ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു വിശദീകരണം നൽകിയാൽ ഉപകാരമായിരിക്കും. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അതെ, ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ കിതാബിലുണ്ട്. ആശയക്കാരൻ എടുത്തോർത്തും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആശയക്കാരൻ ആ കൗലി നഖൽ ചെയ്തോർത്തും എങ്ങനെ കൊടുത്തിട്ടുണ്ട്? ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ആഖിരിഹി എന്ന് തന്നെ ഇബാറത്തിൽ കൊടുത്തിട്ടുണ്ട്. കിതാബിലും അങ്ങനെ തന്നെ ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുണ്ട്. കാരണം മറ്റേ ലമീറിന്റെ പറഞ്ഞതിലേക്ക് കൊടുക്കുകയാണെന്ന് തിരിയില്ലല്ലോ. അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് ലമീർ മടങ്ങുന്നത് എന്നതുകൊണ്ട് അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കിതാബിലും ഉണ്ട്. ഹാഷ്യക്കാരൻ കൊടുത്ത നക്കല് ഇബാറത്തിന് നക്കൽ ചെയ്തോർത്തും രണ്ടോർത്തിലും ഉണ്ട്. അപ്പൊ അത് വേണം. പിന്നെ നനഞ്ഞോന്ന് സംശയം ഉണ്ടായ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കൂടുതലാക്കാം. എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഉപയോഗം പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മളെ കേരളക്കാർക്ക് വളരെ മോശമാണ് ആ വിഷയത്തിൽ. കഴിഞ്ഞ കൊല്ലം SYS ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു. വെള്ളം അമൂല്യമാണ്, ഉപയോഗിക്കുക, പാഴാക്കരുത്. വലിയൊരു സന്ദേശമാണത്. അപ്പൊ അത് ഇബാദത്താവുന്ന വുദൂ കുളി പോലത്തേനാണെങ്കിലും ഒരിട്ടും പാഴാക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ടത് അത് വലിയ ഒരു സന്ദേശമായി. വെറുതെ അല്ല, കഴിഞ്ഞ കൊല്ലം 2 മാസോ 3 മാസോ തുടർച്ചയായിട്ട് കേരളത്തിൽ അങ്ങനെ ഇങ്ങോളം SYS ഒരു ക്യാമ്പയിനായി തന്നെ വലിയ പ്രചാരണത്തോടു കൂടി നടത്തിയിരുന്നു. വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത്, ഉപയോഗിക്കുക, പാഴാക്കരുത്. അത് അപ്പൊ എന്താക്കുക? ഒന്ന് പേരിന് നനക്കുക, കൈ തൊട്ടിട്ട് നനച്ചാ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പ് 2 കൈ നനച്ചിട്ട് മുടിക്കുള്ളിൽ കൈ ചെലുത്തുമായിരുന്നു. എന്താ? അന്നാ മുടി നനഞ്ഞിട്ടുണ്ടാവും. ഇനി അതിനൊറ്റ പ്രാവശ്യം തന്നെ പറഞ്ഞാൽ വെള്ളം എല്ലായിടത്തും എത്തും. എന്നതുപോലെ ഇങ്ങനെ തണുപ്പിന്റെ കാറ്റുള്ള സമയത്തൊക്കെ പെട്ടെന്ന് വെള്ളം ഉണങ്ങിപ്പോകും, എല്ലായിടത്തും എത്തൂല. അപ്പൊ അവിടെ നിന്ന് ആദ്യം കൈകൊണ്ടൊന്ന് തൊട്ട് നനച്ചാൽ എളുപ്പമുണ്ടാവും. ഏതായാലും വെള്ളം ഉപയോഗം കുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആണ്ടോ കല്ലാച്ചി ഉസ്താദ് എടുത്ത് അവിടെ കിതാബിലുണ്ട്. സ്വാദ ഉള്ളെങ്കിലും സൂചന ഉണ്ട്. അത് മുഴുവനായിട്ട് എഴുതുകയാണ് വേണ്ട, ഒരു അതബുകേടാണ് സ്വാദ്. കിതാബുകളിൽ പ്രത്യേകിച്ച് ഫിഖ്ഹിന്റെ കിതാബ്, ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഹദീസിന്റെ മുഹദ്ദിസീങ്ങൾ ഒരിക്കലും സ്വാദിട്ട് ഉപയോഗിക്കുകയോ മറ്റോ ചെയ്യാറില്ല. അവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ പൂർണ്ണമായി എഴുതും. അതാണ് അദബ്. ഇനി സ്വാദിട്ടാലും വായിക്കുന്ന ആൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വായിക്കാനുള്ള ഒരു ഇഷാറത്താണ്. അങ്ങനെയെങ്കിലും ഉണ്ട്. അപ്പൊ കണ്ടോ, കല്ലാച്ചി ഉസ്താദിന്റെ കിതാബിലെ സ്വാദെങ്കിലും ഉണ്ട്. നിങ്ങളെ കിതാബിലെങ്കിൽ എഴുതി കൊടുക്കുക. എഴുതി കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് എഴുതുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ. അസ്സലാമലൈക്കും. ഉസ്താദ്, ചെറിയൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദ് കൈ നഖം മുറിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലത്തെ കൈയിന്റെ നടുവിരൽ തൊട്ട് തുടങ്ങിയിട്ടൊരു ഓർഡർ ഞാൻ ഒരു വാലിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ മറന്നുപോയി. വലത്തെ കൈയിന്റെ നടുവിലത്തെ വെല്ലുമെന്ന് മുറിച്ചിട്ട് തുടങ്ങുന്ന കൃത്യമായിട്ടുള്ള ഓർഡർ ഒന്നുകൂടി ഉസ്താദ് ഓർമ്മിപ്പിച്ചാൽ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. വലത്തെ കൈയിന്റെ മുസബ്ബിഹ വിരൽ, ചൂണ്ടുവിരലാണ് ആദ്യം മുറിക്കേണ്ടത് എന്ന. കാരണം അത് തെക്രീമിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഒരു ആദരിക്കുന്ന ഒപ്പിൽപ്പെട്ടതാണ്, തൻളീഫ് വൃത്തിയാക്കുന്ന ഒപ്പുപെട്ടതുമാണ്. അതുകൊണ്ട് വലത്തേതിനെ മുന്തിക്കുക. അപ്പൊ വലത്തെ കൈയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ ഉയർത്തുന്ന വിരലായതുകൊണ്ട് ആ വിരലിന് മുസബ്ബിഹ വിരല് എന്നാണ് പേര്. അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ഇശാറത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ആദ്യം ചൂണ്ടുവിരലിന്റെ മുറിക്കുക, അതിനാണ് ഏറ്റവും ബഹുമാനിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടുവിരല്, അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ വിരലിന് മോതിര വിരൽ എന്നാ നമ്മൾ പറയലെങ്കിലും ഇസ്ലാമിൽ മോതിരടൽ അയ്മൽ സുന്നത്തില്ല, ചെറുവിരലും അല്ല സുന്നത്ത്. പിന്നെ ചെറുവിരൽ, അതിനുശേഷം വലത്തെ കൈയിന്റെ പെരുവിരൽ. ഇങ്ങനെയാണ് തർത്തീബ്. അപ്പൊ ആദ്യം മുസബ്ബിഹ വിരലാവുന്ന ചൂണ്ടുവിരല്, അവിടെ നിന്ന് നടുവിരല്, പിന്നെ മോതിര വിരല്, പിന്നെ ചെറുവിരല്, പിന്നെ പെരുവിരൽ. അതിനുശേഷം ഇടത്തെ കൈ. ഇടത്തെ കൈയിന്റെ അവിടെ പിന്നെ ഈ തർത്തീബ് വേണ്ട, നേരെ മറിച്ച് ഇടത്തെ കൈയിന്റെ അവിടെ ആദ്യം ചെറുവിരൽ, പിന്നെ മോതിരവിരൽ, പിന്നെ നടുവിരൽ, പിന്നെ ചൂണ്ടുവിരൽ, പിന്നെ പെരുവിരൽ. അപ്പൊ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങി വലത്തെ കൈയിന്റെ പെരുവിരലിൽ അവസാനിച്ചാൽ ഇടത്തെ കൈയിന്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി വലത്തെ കൈയിന്റെ പെരുവിരലിൽ അവസാനിക്കും. കാലിൻ്റെതാവുമ്പോൾ തുടക്കം തന്നെ വലത്തെ കാലിന്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി നേരെ ക്രമപ്രകാരം കൊണ്ടുവന്ന് ഇടത് കാലിന്റെ ചെറുവിരലിൽ അവസാനിക്കുക. അവിടെ പിന്നെ മുസബ്ബിഹ വിരൽ ഇല്ലാത്തതുകൊണ്ട് ആദ്യം മുസബ്ബിഹ വിരലിനെ മുന്തിക്കേണ്ടതില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അതെ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആയിക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദേ. ഈ വിഷയമായിട്ടുള്ള കാര്യമില്ല, ഞാനൊരു തങ്ങളെ കണ്ടിരുന്നു ഉസ്താദെ. അപ്പൊ ഒരു പെരപ്പണി നടക്കാത്തതിനെ പറ്റിയിട്ടാണ് പോയി കണ്ടത്. അപ്പൊ ആ തങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിലാരോ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന്. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാഫറിന്റെ സഹായം തേടിയിട്ട് അയാൾ വന്ന് എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നതിൽ വല്ല തെറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. തങ്ങളായതുകൊണ്ട് ഞാനത് പറയുന്നില്ല, മനസ്സിലായില്ലേ? തങ്ങളായതുകൊണ്ട് ഒന്നും പറയണില്ല. എന്ത് കുഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ അവിടെ പണിക്കാരെ ആരെയും കിട്ടുമെങ്കിൽ ഒന്നായിട്ടാണ് കളച്ചാളി പരമ്പ്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല ചവം കുഴിച്ചിട്ട് അതിന്റെ അസ്ഥി കൂടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാന്തി എടുത്ത് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടുക. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിയല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ കളച്ച് ഒഴിവാക്കുക. അല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ. ഇന്നൊരു ബിസ്മി ചൊല്ലി നല്ലൊരു ബർക്കത്തുള്ള ഒരാളെ കൊണ്ട് കുറ്റിയടിപ്പിച്ചാളി. എന്നിട്ട് അവിടുന്ന് മഹാന്മാരായ ബദരീങ്ങളെ പേരില്, മഹാന്മാരായ മശായിഖന്മാരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് കുറ്റിയടിച്ച് പണിയാണ് തുടങ്ങിക്കോളി. ഒരു കാഫിർ പൂജാരികളായ ശിർക്കിന്റെയും കുഫ്രിയത്തിന്റെയും ജോലി ചെയ്യുന്നതായ കാഫിരീങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിച്ചുകൊണ്ട് യാതൊരു നിലക്കുള്ള മാറ്റലും നടത്താൻ ഇസ്ലാം നമ്മൾക്ക് അനുവാദം തന്നിട്ടില്ല. അതൊക്കെ ഓരോ സമയത്ത് ഈ ചെറിയ ഒസ്വാസുള്ളവർക്ക് നല്ല. പണ്ട് ഞാൻ പെരക്ക് കുറ്റിയടിച്ച് മുഹറം 4-നോ 5-നോ അങ്ങനെ കണ്ട. അപ്പൊ തന്നെ ചിലവർക്കൊക്കെ ഒരു ഒസ്വാസ്, അത് അത്ര മെച്ചം കിട്ടിയില്ല. മുഹറം 10 മുമ്പ് അതിന്റെ ഇടയ്ക്ക് എന്റെ ഉമ്മാക്ക് സൂക്കേടായി. അങ്ങനെ ആ സൂക്കേടിൽ ഷോലായി ഉമ്മ ഇടയ്ക്ക് വഫാത്താവുകയും ചെയ്തു. അപ്പൊ ആ നിലക്ക് ആ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോ ആൾക്കാർ പറയാൻ തുടങ്ങി, കണ്ടോ മുഹറം 10 മുമ്പ് കുറ്റിയടിച്ചിട്ട് പൂർത്തിയാക്കാൻ കഴിയൂലത്. അതൊക്കെ പണ്ടുള്ളവര് പറയുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ പിന്നെ അവിടെ ചൂട് ഓർത്തില്ല. പിന്നെ ഉമ്മ ഫാത്തയുടെ പരലോകം സന്തോഷമാക്കി കൊടുക്കട്ടെ. പിറ്റത്തെ കൊല്ലം നാട്ടിൽ ചെന്ന സമയത്ത് അതേ കോലത്ത് തന്നെ ഒരു മുഹറം 9-8-നോ
കുറ്റിയടിച്ചു. കുറ്റിയടിച്ച് അന്ന് മുതൽ പണിയോട് തുടങ്ങിയിട്ട് 4 മാസം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ 2 നിലയുള്ള ഒരു പെര അത്യാവശ്യം തെറ്റില്ലാത്ത വലിപ്പത്തില് സൗകര്യത്തില് അടിയുടെ വർക്ക് വരെ ചെയ്തിട്ട് 4 മാസം പൂർത്തിയാവുന്ന സമയത്ത് അള്ളാന്റെ തൗഫീഖോട് കൂടി ഞാന് അതിൽ താമസിച്ചു. അതിനെന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പാനെ കൊണ്ടുവന്ന് തങ്ങൾ പാപ്പ സുറഅത്തി തുമാമി ആദിൽ ബിനായ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഒരു ദുആണ് ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെ ആ തങ്ങൾ പാപ്പാന്റെ ഒരു ഒറ്റ ദുആ ബർക്കത്ത് കൊണ്ട് താഴെയും മോളുമായി 2 നിലയുള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പെര പണി കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ് അടി നന്നാക്കി പാർത്തു 4 മാസം കൊണ്ട്. അപ്പൊ അതൊക്കെ ഒരു വിശ്വാസമാണ്, അതിലൊന്നും ഒത്തുമില്ല. നിങ്ങൾ നന്നായിട്ട് ബിസ്മില്ല ഏതെങ്കിലും ഒരു നല്ല ബർക്കത്തുള്ള ഒരാളെ ഖലീൽ തങ്ങൾ പാപ്പാനെ ഫാറൂഖ് തങ്ങൾ പാപ്പാനെ ഇനി ഓർക്കൊന്നും ഒഴിവില്ലെങ്കിൽ സെയ്ദ് ശിഹാബ് തങ്ങളെയോ അങ്ങനത്തെ ഏതെങ്കിലും നല്ല വംശന്മാരെ കൊണ്ടുവന്നിട്ട് ഒരു ഫാത്തിഹ ഓതി ദുആർന്ന ഒരു കുറ്റി അടുപ്പിച്ച് നിങ്ങൾ പണിയാണ് തുടങ്ങിക്കോളി. ഒരു ഇതും വേണ്ട, ഒരു കാഫറിനെയും വിളിച്ചുകൊണ്ട് അവരെ കർമ്മം ചെയ്യിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ മക്കളെയും വെച്ച് പാർത്ത് നാളെ മരിച്ച് മണ്ണ് പോണ്ടേ നമുക്ക്. തങ്ങളാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും അതിന്റെ ബേക്കിൽ പോകാൻ പാടില്ല, ദീൻ അനുവദിച്ചതല്ല എന്ന് മാത്രം ചുരുക്കി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, ഈബത്ത് എന്ന് പറഞ്ഞാല് തന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയലാണല്ലോ. അപ്പോ സംഘടനാപരമായിട്ട് സുന്നികളായ നമ്മളും അതുപോലെ മറ്റുള്ള സംഘടനകളൊക്കെ മുഖാമുഖം അതുപോലെ ഗണ്ണന പ്രസംഗങ്ങൾ തുടങ്ങിയതൊക്കെ നടത്തുമ്പോൾ അതിൽ മറ്റുള്ളവരെ കുറിച്ച് പ്രതിപാദിക്കാറുണ്ട്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, നമ്മളിപ്പോ ഉസ്താദ് തന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മെ മാത്രം എതിർക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു സംഘടന ഉണ്ടല്ലോ, അവര് മിന്നാന്ന് നടത്തിയ സമ്മേളനത്തിനെ കുറിച്ച് പറഞ്ഞ ആ രൂപത്തിലുള്ള അങ്ങനത്തെ സംസാരങ്ങൾ ഈബത്തായിട്ട് പരിഗണിക്കുമോ അതല്ലെങ്കിൽ അത് ഹലാലാകുമോ എന്നാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വ്യക്തിയെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യം അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അതേ സമയത്ത് പൊതുവായി ഒരു പ്രത്യേക വ്യക്തിയെ അല്ലാതെ പൊതുവായ ഒരു കാര്യത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ അതിന്റെ അഹിലുകാർക്ക് അത് ചിലപ്പോൾ ഇഷ്ടമുണ്ടായി എന്ന് വരും, ചിലപ്പോൾ ഇഷ്ടമുണ്ടായില്ല എന്ന് വരും. അത് ഈ നിരോധിക്കപ്പെട്ട ഗീബത്തിന്റെ കൂട്ടത്തിൽ അത് വരുന്നതായി ഞാൻ കിതാബിലെവിടെയും കണ്ടിട്ടില്ല. അതേസമയത്ത് അതിൽ തന്നെ പെട്ട ഒരു നിശ്ചിത വ്യക്തിയെ എടുത്തു പറയുകയാണെങ്കിൽ അനുവദനീയമായ മാർഗത്തിൽപ്പെട്ട ഈ 6 ഒരു കാരണം കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ പറയാവൂ. എന്നാൽ പോലും പരമാവധി വ്യക്തിപരമായ പരാമർശം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ മുബ്തദിഈങ്ങളാണെങ്കിൽ ആ മുബ്തദിഅത്തിന്റെ ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന മാർഗമാണെങ്കിൽ അത് ജനങ്ങളെ തഹ്ദീർ ചെയ്യാൻ വേണ്ടി ആവശ്യമെങ്കിൽ പേരെടുത്ത് പറയാൽ നേരത്തെ പറഞ്ഞ 6 കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പൊതുവായി ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, ഒരു സംഘടനയെ സംബന്ധിച്ച്, അവയുടെ നയ പരിപാടികളെ സംബന്ധിച്ച് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ അത് അതിന്റെ അഹിലുകാർക്ക് തൃപ്തിയുണ്ടോ ഇല്ലേ എന്നത് പരിഗണിക്കേണ്ടതില്ല, നസീഹത്തായാൽ മതി. കാരണം അവിടെ ഒരു വ്യക്തിയെ പരാമർശിക്കുകയോ ഒരു വ്യക്തിയെ ഇകഴ്ത്തുകയോ അല്ല ഉദ്ദേശം എന്നതുകൊണ്ട്. ഈ വ്യക്തികളെ പറ്റി പറയാം, ബിദ്അത്തിലേക്ക് ക്ഷണിക്കുകയോ ബിദ്അത്തിന് സഹയാത്രികനായി ബിദ്അത്തിന്റെ ആളാണോ എങ്കിൽ അവിടെ പിന്നെ വ്യക്തി പരാമർശം ജനങ്ങളെ തഹ്ദീറിന് വേണ്ടി സൂക്ഷിച്ചുകൊണ്ട് അവിടെ ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയുണ്ട്. അത് ഇവിടെ ഒന്നിലധികം പ്രാവശ്യം ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ റിയാദുസ് സ്വാലിഹീനിലും അൽക്കാറിലും ഉൾപ്പെടെ ഈ ഗീബത്ത് പറയൽ അനുവദനീയമാവുന്ന 6 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഭാഗം കേട്ടവരുണ്ടാവും, ഇല്ലെങ്കിൽ അത് CD-യിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മളെ സൈറ്റിലുണ്ടാവും.
ഇനി കിതാബ് നോക്കാൻ അറിയുന്നവർക്ക് റിയാദു സ്വാലിഹിൽ നോക്കിയാലും കിട്ടും, അദ്കാറിൽ നോക്കിയാലും കിട്ടും. ഈ 6 കാര്യങ്ങളിൽ പെട്ടത് പറയാം. അല്ലാത്തതാണെങ്കിൽ വ്യക്തിപരമായ പരാമർശം, ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒരു വ്യക്തിയെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് ഗീബത്തിൽപ്പെടും. വ്യക്തിയെ പരാമർശിക്കാതെ നേരത്തെ പറഞ്ഞേക്ക് ഒരു പൊതുവായ സംഗതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ വിരോധിക്കപ്പെട്ട വിധേയത്തിൽ അല്ല, ഗീബത്തിൽ പെടുന്നതല്ല. വലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ വന്നൊരു ചോദ്യം ഇന്നലെ ചോദിക്കാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഗർഭിണി വെള്ളവസ്ത്രം ധരിക്കണമെന്ന് പറയാറുണ്ട്. ഇസ്ലാമികമായി ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മൈക്കോട്ട് ശബ്ദമില്ലേ? ശബ്ദമില്ല എന്ന് പറഞ്ഞ് ഫുള്ള് സൗണ്ടിലാണ് ഇവിടെ. ഇൻഷാ അല്ലാഹ് മൈക്കോട്ട്. മനസ്സിലായി. ശരി, ഒന്നുകൂടി പറയുന്നതാണോ? ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇവിടെ വന്ന ചോദ്യമാണ്. നമ്മുടെ നാട്ടില് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഗർഭിണി വെള്ളവസ്ത്രം ധരിക്കണമെന്ന് പറയാറുണ്ട്. ഇതിന് ഇസ്ലാമികമായ വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. മൈക്ക് കൂട്ടു. കേട്ടു. പ്രസവിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നതിന് തന്നെ ഇസ്ലാമിൽ വല്ല അടിസ്ഥാനം ഉണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പുതിയാപ്പളിനോട് കെട്ടിച്ചു കൊടുത്താൽ ഹലാലായ നിലക്ക് ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് അതിൽ ഗർഭം ധരിച്ചാൽ അവളെ പ്രസവിക്കേണ്ടയും അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ബാധ്യത ഭർത്താവിനാണ്. കൂട്ടിക്കൊണ്ടുപോല് അയിപ്പെട്ടതല്ല. ഓന്റെ സമ്മതത്തോട് കൂടി കൂട്ടിക്കൊണ്ടുവന്നതിന്റെ മനഃശാസ്ത്രം പറഞ്ഞാല് ആദ്യ പ്രസവമാകുമ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് ടെൻഷൻ കൂടും. അപ്പൊ സ്വന്തം മാതാവിന്റെയും ജ്യേഷ്ഠ സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ സമീപത്ത് സ്വന്തം വീട്ടിൽ വെച്ചാവുമ്പം ഉമ്മയുടെ സാമീപ്യം അവർക്ക് മനസ്സാന്നിധ്യവും കുറച്ചൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് പിരിമുറുക്കം കുറയാൻ കാരണമാകും എന്നതുകൊണ്ട് അത് ആവാം എന്നല്ലാതെ ഇസ്ലാം ശരീഅത്തിൽ അങ്ങനെ പേറ്റിനൂട്ടി കൊണ്ടുപോകുക എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ ഇല്ല. കീശീരിയെ മനസ്സിലായില്ലേ? പേര് അവനവൻ ചെയ്യേണ്ടതാണ്, ഭർത്താവ് ചെയ്യേണ്ട കാര്യമാണ് പേറ്റിന്റെ കാര്യമൊക്കെ. അപ്പൊ പിന്നെ കൂട്ടിക്കൊണ്ടു. പിന്നെ കീശിരിക്ക് അതെല്ലാം അറിയണ്ടേ? കീശിരിക്കല്ല കേട്ടോ, കീശിരിഞ്ഞിപ്പോ അതിന് ദേഷ്യം പിടിക്കണ്ട. കീശിരിനോട് ആരോ വിളിച്ചു ചോദിച്ചതാ വെള്ള വസ്ത്രം ധരിക്കണം എന്നുണ്ടോന്ന്. ഇല്ല എന്നാണ് അതിന് മറുപടി. കാരണം വെള്ള വസ്ത്രം എന്നത് പുരുഷന് പ്രത്യേകം സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതാണ് സ്ത്രീകളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ വെള്ള വസ്ത്രം എന്നത് സ്ത്രീക്ക് നിർദ്ദേശിക്കപ്പെട്ട പ്രത്യേക വസ്ത്രം അല്ല. അതുകൊണ്ട് അതൊരു കേവലം നാട്ടാചാരം എന്നല്ലാതെ ഇസ്ലാമികമായി അതിന് പ്രത്യേകിച്ച് പുണ്യങ്ങളൊന്നും ഇല്ല. എന്നാ ഒരാൾ അങ്ങനെ ചെയ്ത ഹറാമാണ്, കുറ്റാണെന്നൊന്നും പറയും വേണ്ട. പക്ഷേ അങ്ങനെ ശറയിൽ അങ്ങനെ ഒരു കൽപ്പനയില്ല. അതുകൊണ്ട് വെള്ളം അരിച്ചു കൊള്ളണം എന്ന് ഇസ്ലാമിന് കൽപ്പനയില്ല. തന്നെയല്ല അതൊരു പുണ്യമാണെന്ന് പറയാനും പറ്റുന്നതല്ല. അസ്സലാമലൈക്കും. അതെ, പിന്നെ ഈ കാല് കഴുകുമ്പോ എങ്ങനെയാണ് 3 പ്രാവശ്യം ആക്കല് ഒന്ന് വിശദീകരിച്ചാൽ കുഴപ്പമില്ല. അതിന് അസ്സലാമലൈക്കും. ബൈക്ക് വിടാൻ താമസിച്ചാലേ വലിയ ബുദ്ധിമുട്ടാവും. ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മൈക്ക് വിടണം. കാലെങ്ങനെ 3 പ്രാവശ്യം കഴുകല്? ബാക്കിയുള്ളൊക്കെ അവയവം കേൾക്കുമ്പോ മറ്റേ ജിന്നിന്റെ നേതാവ് ഉണ്ടല്ലോ, ഇപ്പൊ ജിന്നുകൾ പുറത്താക്കിയ ജിന്നിന്റെ നേതാവ് സക്കരിയ, മൂപ്പര് പറഞ്ഞേക്ക് മണ്ണ് ചവിട്ടിക്കൂട്ടും പോലെ വെള്ളമാണ് കോരി പാർന്നിട്ട് 2 കാലോടുകൂടി ഇങ്ങനെ ചവിട്ടിക്കൂട്ടാൻ എല്ലാ കാലിക്കേണ്ട കോലം. മനസ്സിലായില്ലേ? ജിന്നിന്റെ നേതാവ് അയാളാണ്. പക്ഷെ ജിന്നുകളൊക്കെ ഓടെ കൂടിയാണ് മൂപ്പര് ജിന്നിൽ നിന്നിട്ട് പുറത്താക്കിയിരിക്കുന്നു. മൂപ്പര് ഇപ്പൊ മുജ്തഹിദാകാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇനി വന്നാൽ ജിന്നുകൾക്കും പിടിക്കാൻ കിട്ടാത്ത നിലക്ക് മുജ്തഹിദായിട്ട് വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്.
ആ മൂപ്പര് പറയുന്നുണ്ട് സംഗതി രസാണ്. അതായത് വെള്ളം കൊണ്ട് പാർന്നിട്ട് രണ്ടാളും കൂടി മണ്ണ് ചവിട്ടി കൂട്ടും പോലെ അങ്ങനെയല്ല കാല് കണ്ടത്. അത് തന്നെ ഞാനും പറയുന്നത്. കാല് കഴുകേണ്ടത് ഒരു പാട്ടയിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് കുമ്പിടുക. വലിയ കൊടവയറന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. സംഗതി സുന്നത്തപ്പ ഞാൻ പറയുന്നത്. ഒന്ന് കുമ്പിടുക. കുമ്പിട്ട് നിന്നിട്ട് കാലിന്റെ മടമ്പ് കുതികാല് നിലത്ത് കുത്തി വിരൽ ഭാഗം പൊന്തിച്ചു വെച്ചിട്ട് വെള്ളം വിരൽ മുതൽ ഒഴിച്ച് കാലിന്റെ വിരലുകൾ തിക്കകറ്റി ബിരിയാണി വരെ ഉള്ള ഭാഗം കഴുകുക. പിന്നെ ഒരിക്കൽ കൂടി പാരുക. അതിന് വേറെ പാട്ട വെള്ളം കോരണ്ട. ആ കോരിയ വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് ഒരു പ്രാവശ്യം കഴുകുക. രണ്ടാമത് കുറച്ചുകൂടി ഒഴിക്കുക, എന്നിട്ട് ഒന്നുകൂടി കഴുകുക. മൂന്നാമത് ഒരിക്കൂടി ഒഴിക്കുക, എന്നിട്ട് അപ്പൊ വിരല് കൊണ്ട് തുടങ്ങി നെരിയാണി വരെ ആകലും പെട്ട് 3 പ്രാവശ്യം കഴുകലും പെട്ട്. എന്നിട്ട് പിന്നെ ഇടത്തേക്കാലും അതുപോലെ ചെയ്യാം. ഇങ്ങനെയാണ് വേണ്ടത്. അതിന്റെ പൂർണ്ണ രൂപം അതാണ്. എന്നാൽ മറ്റേ ജിന്ന് പറഞ്ഞതുപോലെ വെള്ളം കോരി പാർന്നിട്ട് മണ്ണ് ചവിട്ടിക്കൂട്ടുമ്പോഴാണ് ചവിട്ടിക്കൂട്ടി 2 കാലും നെരിയാണി ഉൾപ്പെടെ മുഴുവനും നനഞ്ഞ് എന്നാ വുദു സഹിയാവും. പക്ഷേ വിരല് മുതൽ ഇങ്ങോട്ട് നെരിയാണി വരെ കൊണ്ടുവരാന്ന് പറഞ്ഞ സുന്നത്ത് നഷ്ടപ്പെട്ടു. ഓരോ കാലും ഒരു കാലം 3 പ്രാവശ്യം കഴുകുക, വലത്തേതിനെ മുന്തിക്കുക, എന്നിട്ട് ഇടത്തേത് ചെയ്യുക എന്ന് പറയുന്ന സുന്നത്തുകളൊക്കെ നഷ്ടപ്പെടും. എന്നാലും നെരിയാണി വരെ 2 കാലും പൂർണ്ണമായി നനഞ്ഞത് കൊണ്ട് വുദു സഹിയാവും. കാരണം വലത്തേതിന് മുന്തിക്കൽ ഷർത്തല്ല, സുന്നത്താണ്. ആ സുന്നത്ത് പോവും. വിരല് മുതൽ നരമ്പ് വരെ കൊണ്ടുവരാന്ന് പറയുന്ന സുന്നത്താണ്. ആ സുന്നത്തും ഒക്കെ പോവും. അപ്പൊ സുന്നത്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെയുണ്ട്. അല്പം വെള്ളം കോരിയെടുത്തിട്ട് വിരല് മുതൽ വെള്ളം ഒഴിച്ച് ബിരിയാണി വരെ എത്തി അത് കൈകൊണ്ടൊന്ന് തേച്ച് രണ്ടാമത് ഒഴിച്ചു മൂന്നാമത് ഒഴിച്ചു അങ്ങനെ ചെയ്യാം. അതാണ് ഒരു സുന്നത്തായ രീതി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോ ഒരാളിനുള്ള എനിക്ക് അർജന്റ് പോകേണ്ടതുകൊണ്ട് ഞാൻ മൈക്കെടുത്തതാണ്. ഇന്നലെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഉസ്താദെ. അപ്പം ഇവിടെ ആരും ഉത്തരം കൊടുക്കാനില്ലായിരുന്നു. ഒരാള് ഒരു നേർച്ച നൂറുലിമാൻ ദുആവും നാരിയത്ത് സലാത്തും ജീവിത അവസാനം വരെ മുടക്കാതെ ചെല്ലുമെന്ന് നേർച്ചാക്കി. പക്ഷെ അവർ സ്ത്രീ. അപ്പം ഇവിടുത്തെ ചർച്ചകളിൽ പലവട്ടം വന്ന് മൈക്കെടുത്ത് ചോദിച്ചിരുന്നു. അവരൊരു ബേജാറിന്റെ രൂപത്തിലായിരുന്നു ചോദിച്ചത്. അവർക്ക് കേൾക്കുന്നില്ല, ഉസ്താദ് കേൾക്കുന്നത് വിചാരിക്കുന്നു. അപ്പം അവർക്ക് അത് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള സമയത്തിനനുസരിച്ച് എല്ലാ ദിവസവും ചെല്ലാൻ പറ്റിയിട്ടില്ല. അതിന് എന്തെങ്കിലും പ്രതിവിധി ചെയ്യാനും പറ്റുമോ? അതായത് വല്ല ഫിദിയ കൊടുക്കുക, അങ്ങനെ വേറെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അതിനെന്താ ഒരു ഉത്തരം കൊടുക്കാൻ മനസ്സിലായത്? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തകർ ആ ചോദ്യം ഉസ്താദിന് വ്യക്തമായിട്ട് ചോദിച്ചിട്ട് അദ്ദേഹം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇനി ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന നേരം ആ ഉത്തരം കൊടുക്കാം. ക്ലാസ്സിൽ ഒരു പുതിയ ആളായിരുന്നു. ആ മൈക്ക് വെച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും വ്യക്തമായി കൊടുക്കണം ഉസ്താദിന്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കീശിരിനോട് ചിലപ്പോ പറയുമ്പോൾ കേൾക്കണൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വിമാനം പോകുന്ന ഒച്ചയിറക്ക് ഇങ്ങനെ കൂട്ടത്തിലുണ്ട് എന്നത്രേ ഉള്ളൂ. ഒരു സ്ത്രീ അവരുടെ ജീവിതകാലത്ത് മുഴുക്കെ നൂറുൽ ഈമാൻ ദുആവും പിന്നെ പറഞ്ഞ് വേറെ ഏതോ ഒന്നും കൂടി പറഞ്ഞു. അതിന്റെ റബ്ബുസാലെ നൂറുൽ ഈമാൻ ദുആ അല്ലാതെ വേറെ എന്തെന്നൂടി പറഞ്ഞല്ലോ. നാരിയത്ത് സലാത്ത് അതെ ചെല്ലാൻ നേർച്ചയാക്കിയിരുന്നു. പക്ഷേ ചില സംഗതിവശാൽ ചില ദിവസങ്ങളിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തിൽ അവര് എന്ത് ചെയ്യണം? ഇതിന് വല്ല ഫിദിയയോ മറ്റ് പരിഹാരങ്ങളോ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഒരു സഹോദരിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അബൂ മുബാറക് സാഹിബ് ചോദിച്ചത്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതെ അതെ. നാരിയത്തു സ്വലാത്തും നൂറുൽ ഈമാൻ ദുആവും പതിവാക്കാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു. ചിലപ്പോൾ ചില സംഗതിവശാൽ ചില ദിവസങ്ങളിൽ അത് ചെയ്യാൻ പറ്റാതെ വന്നാൽ മറ്റ് ദിവസങ്ങളിൽ അത് ഖളാ വീട്ടുകയാണ് വേണ്ടത്. അതിന് പ്രത്യേകമായി ഫിദിയയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടപരിഹാരങ്ങളോ ചെയ്യേണ്ടതില്ല. മനഃപൂർവ്വം ഒഴിവാക്കാതെ പതിവാക്കി ചെയ്യാൻ ശ്രദ്ധിക്കുക.
സംഗതി വശാൽ വല്ലപ്പോഴും നഷ്ടപ്പെട്ടു പോയാൽ അത് ഖളാ വീട്ടുക. ഇത് മാത്രമാണ് അതിനുള്ള പരിഹാരം. ഉദാഹരണം പറഞ്ഞാല് നമ്മളിപ്പോ നിസ്കാരം ഖളായി, ഓരോ വഖത്തിലും നിസ്കാരം നമ്മുടെ മേൽ വുജൂബാണല്ലോ. ആ വുജൂബായ നിസ്കാരം സംഗതി വശാൽ എപ്പോഴെങ്കിലുമൊക്കെ ഖളാ ആയി പോയാൽ അത് ഖളാ വീട്ടുകയാണ് വേണ്ടത്, മനഃപൂർവ്വം ഖളാ ആക്കാൻ പാടില്ല. എന്നതുപോലെ തന്നെയാണ് സുന്നത്തായതാണ് ഈ പറയുന്ന സ്വലാത്തും ദുആവും ഒക്കെ പറയുന്നത്. സുന്നത്തായ ഇബാദത്തുകൾ നേർച്ചയാക്കിയാൽ അതുകൊണ്ട് ഫർളാവും. ഈ ഫർളായത് ഖളാ ആയാൽ ഖളാ വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മഹാന്മാരായ ഇമാമിങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവർ വേണ്ടത് കഴിയുന്നതും അത് ഖളാ ആവാതെ ദിവസവും ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. ഇനി വല്ല സംഗതി വശാലും ചില ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടാൽ മറ്റ് ദിവസങ്ങളിൽ അത് ഖളാ വീട്ടുക മാത്രം ചെയ്താൽ മതി. പക്ഷേ ഖളാ വീട്ടണം, അത് നിർബന്ധമാണ്. മനഃപൂർവ്വം ഒഴിവാക്കാൻ പാടില്ല. സംഗതി വശാൽ ഒഴിവായിപ്പോയാൽ ഖളാ വീട്ടണം, മറ്റ് പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ. ില്ലാത്ത മദ്ഹബിലെ ഇമാമുമാരെ മസ്ബൂക്കായി തുടരാമോ എന്നാണ് ചോദ്യം. അതായത് ഫാത്തിഹ പൂർത്തിയാക്കുകയാണോ വേണ്ടത്, അതാ റക്അത്ത് മടക്കുകയാണോ വേണ്ടത്? വഅലൈക്കും അസ്സലാം. ഫാത്തിഹ വുജൂബില്ലെന്ന് വിശ്വസിക്കുന്ന മദ്ഹബിലെ ഇമാമുമാരോട് തുടരുമ്പോൾ ഫാത്തിഹ ബിസ്മി വുജൂബില്ലെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഫാത്തിഹ ഓതൽ സുന്നത്തുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന കേട്ടിട്ട് ഞങ്ങൾ ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, ചില കാര്യങ്ങൾ വുജൂബാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി സുന്നത്താവുന്ന കാര്യങ്ങളുണ്ട്. എന്നതുപോലെ ഉദാഹരണം പറഞ്ഞ ഹനഫി മദ്ഹബിൽ ഫാത്തിഹയിൽ ബിസ്മി ഓതൽ വുജൂബില്ല. എന്നാൽ ഷാഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ബിസ്മി ചൊല്ലൽ വുജൂബായതുകൊണ്ട് ഈ വുജൂബുള്ള ഇമാമിങ്ങളുടെ കൗല് പരിഗണിച്ച് സുന്നത്താണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഹനഫി മദ്ഹബിൽ ബിസ്മി ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെ അയാൾ ഓതിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വേണമെന്നില്ല, ഓതിയിട്ടുണ്ടാകും എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കാം. മസ്ബൂഖായാൽ ഇമാമു ഫാത്തിഹ ചുമക്കുകയും ചെയ്യും. ഓക്കെ. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു ചോദ്യം, പിന്നെ സാധാരണ മയ്യിസ്കാരങ്ങള് ഈ ഗായിബായി നടക്കുന്ന മയ്യിത്ത് നിസ്കാരങ്ങള് അതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ പിന്നെ ഇതിനു മുമ്പ് ചോദിച്ചൊരു ചോദ്യം എനിക്ക് എന്നാലും റിപ്പീറ്റാണ്, വേറെ കുറച്ച് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫർദ് നമസ്കാരവും തനിച്ച് നിസ്കരിച്ച ഒരാള് വീണ്ടും ഒരു ജമാഅത്ത് കിട്ടുകയാണെങ്കിൽ നിസ്കരിക്കാവോ, അല്ലെങ്കിൽ അത് ഒരു ഫർദ് നിസ്കാരം 2 പ്രാവശ്യം നിസ്കരിക്കാൻ പറ്റുമോ, അല്ല എത്ര പ്രാവശ്യം നിസ്കരിക്കാൻ പറ്റും എന്നുള്ളത്, അതുപോലെ തന്നെ പിന്നെ മയ്യിത്ത് നിസ്കാരം, ഈ 2 വിഷയം ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. പണ്ട് അസിയുക്കന്റെ പെരെ പോയിട്ട് ഒരു ദിവസം ചോറ് കഴിച്ച് പോകുന്നതാ. അതിന്റെ ശേഷം പിന്നെ ഇപ്പൊ കാണുകയാണ്. ഇപ്പൊ UK എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? UK ഉള്ളത്. അന്ന് കലാച്ചി ഉസ്താദും എല്ലാ ഉസ്താദന്മാരും ഉണ്ട് ഇനി. പക്ഷെ കേൾവിക്കാരൻ ഉസ്താദൊന്നും ഇല്ല. അപ്പോ ഞങ്ങൾ തന്നെ പോകുന്നു, കേൾവി ഉസ്താദും പോകുന്നു. അപ്പൊ UK എത്തിന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഒരിക്കൽ നിസ്കരിച്ച മയ്യിത്ത് നിസ്കാരം അതേ മയ്യത്തിന്റെ പേരിൽ വീണ്ടും നിസ്കരിക്കൽ സുന്നത്തില്ല. എന്നാൽ നിസ്കരിക്കൽ ജായിസാണ്, നിസ്കരിച്ചാൽ സഹീഹാകും. അങ്ങനെ നിസ്കരിച്ചാൽ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും എന്ന് മഹാന്മാരായ ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതായത് ഒരു മയ്യത്തിന്റെ മേൽ നമ്മൾ ഒരു പ്രാവശ്യം മയ്യത്ത് നിസ്കരിച്ചാൽ അതിന് ഫർദ് കിഫായി ചെയ്ത കൂലി കിട്ടും. അതേ മയ്യത്തിന്റെ പേരിൽ തന്നെ രണ്ടാമതൊരിക്കൽ മയ്യത്ത് നിസ്കരിക്കൽ ജായിസാണ്, പ്രത്യേകം സുന്നത്തില്ല. അപ്പം ഈ ആയത്ത് എന്നാണ് അതിന് പറയാം, മടക്കി നിസ്കരിക്കൽ. ഒരിക്കൽ നിസ്കരിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ രണ്ടാമത് മടക്കി ആ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കൽ സുന്നത്തില്ല. എന്നാൽ മയ്യത്ത് നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം
അടിസ്ഥാനപരമായി മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതായതുകൊണ്ട് ആവർത്തിക്കൽ അനുവദനീയമാണ്, ജായിസായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ അതേ മയ്യത്തിന്റെ പേരിൽ തന്നെ മടക്കി നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിന് സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കും. നിസ്കരിക്കൽ സുന്നത്തില്ല, പക്ഷെ നിസ്കരിച്ചാൽ സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കും എന്നാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞത്. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം, അതിന് തെറ്റില്ല. ഞാൻ നിസ്കരിച്ചതാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ രണ്ടാമത് നിസ്കരിച്ചോളി എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ച് പ്രചോദനം കൊടുക്കേണ്ടതുമില്ല. കാരണം പ്രത്യേകം സുന്നത്തൊന്നുമില്ല. ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് ജായിസാണ്, നിസ്കരിച്ചാൽ സുന്നത്തിന്റെ കൂലി കിട്ടും. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ എന്ത് ഇനി പറഞ്ഞേ? ഫർള് നിസ്കാരം അല്ലേ? ഫർള് നിസ്കാരം, ഒരു ഫർളായ നിസ്കാരം, 5 ഫർള് നിസ്കാരങ്ങളിൽപ്പെട്ട ഒരു നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചാൽ മാത്രമല്ല, ഒറ്റക്കോ ജമാഅത്തോ ആയിട്ട് നിസ്കരിച്ചതിന് ശേഷം രണ്ടാമത് ഒരു ജമാഅത്ത് ലഭിക്കുകയാണെങ്കിൽ ആ ജമാഅത്തിൽ തുടർന്ന് നിസ്കരിക്കൽ സുന്നത്തുണ്ട് 1 പ്രാവശ്യം. മയ്യിത്ത് നിസ്കാരം എത്ര പ്രാവശ്യം ആവർത്തിച്ച് നിസ്കരിക്കാൻ ജായിസാണ്. 2 വട്ടം ഒന്നും ഷർത്തില്ല. 2, 3, 20 വട്ടം ആണെങ്കിലും നിസ്കരിക്കൽ ജായിസാണ്. നിസ്കരിച്ച സുന്നത്തിന് കൂലിയും കിട്ടും. എന്നാൽ ഫർള് നിസ്കാരം അങ്ങനെയല്ല. വഖ്ത് ഖളാ ആവുന്നതിന് മുമ്പ് രണ്ടാമത് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ജമാഅത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കൽ മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പൊ എന്തൊക്കെ വേണം? ആദ്യത്തെ ജമാഅത്തായിട്ട് നിസ്കരിച്ചാലും വേണ്ടിയില്ല, ഒറ്റക്ക് നിസ്കരിച്ചാലും വേണ്ടിയില്ല. രണ്ടാമത്തേത് ജമാഅത്ത് കിട്ടണം, അത് ഷർത്താ. മടക്കി നിസ്കരിക്കണമെങ്കിൽ രണ്ടാമത്തേന് ജമാഅത്ത് വേണം. ഈ ജമാഅത്തുള്ള രണ്ടാമത്തെ നിസ്കാരം ഖളാ ആവുന്നതിന് മുമ്പാവുകയും വേണം. ആദ്യത്തെ ജമാഅത്ത് വലിയതാണ്, രണ്ടാമത്തെ ചെറിയതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യത്തെ ജമാഅത്ത് തന്നെ രണ്ടാമത്തത് ഒറ്റക്കാണെങ്കിൽ പറ്റൂല. ആദ്യം ഒറ്റക്കാണ്, എന്നാൽ രണ്ടാമത് ജമാഅത്താണോ ഓക്കെയാണ്. അപ്പൊ ആദ്യത്തെ നിസ്കാരം ജമാഅത്തായിട്ടാണെങ്കിലും അല്ലെങ്കിലും രണ്ടാമത്തെ നിസ്കാരം വഖത്തിലാവണം, ജമാഅത്തിലാണോ 1 പ്രാവശ്യമേ പാടുള്ളൂ എന്നതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദായ ഖൗല്. അപ്പോ അതിന് ഇയാദത്ത് എന്ന് പറയും. ഫർള് നിസ്കാരം 5 വഖ്ത് ഫർള് നിസ്കാരങ്ങളിൽ ഇയാദത്ത് സുന്നത്താണ്. മയ്യിത്ത് നിസ്കാരം ഇയാദത്ത് സുന്നത്തില്ല, ജായിസാണ്. പക്ഷെ അത് 1 വട്ടം എന്ന ഷർത്തില്ല, എത്ര വട്ടവും ആവാം. ഹലോ, അസ്സലാമു അലൈക്കും. ആരും മൈക്ക് എടുക്കുന്നില്ലല്ലോ. റഷീദ് കല്ലേരി എന്ന് അവിടെ എല്ലാം തോന്നുന്നുണ്ട്. അടുത്ത ആൾ പെട്ടെന്ന് മൈക്ക് എടുക്കാൻ സമയം പോവാണ്. സാധാ ഞാൻ നേരത്തെ ക്ലാസ് കേട്ടപ്പോൾ ഒരു സംശയം. വസ്ത്രം ധരിക്കുന്നതിൽ വലതുഭാഗത്തെ വസ്ത്രം ധരിക്കുന്നതല്ല, ചെരുപ്പ് അയക്കുന്നതിലൊക്കെ ഇടതുഭാഗം വസ്ത്രം ധരിക്കുക പോലെ ഇടതിൽ വലതും മുന്തിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ മലയാളികൾക്കാണല്ലോ ഈ തുണി ഉടുക്കുമ്പോൾ ആദ്യം ഇടതുഭാഗത്തേക്ക് തുണി ഉടുക്കണം, പിന്നെ ഇടതുഭാഗത്തേക്കാക്കി തുണി ഉടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ചെറിയൊരു വിശദീകരണം തന്നാൽ വളരെ ഉപകാരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുണി ഉടുത്തിരുന്നോ അല്ലെങ്കിൽ അവിടുന്ന് സൗബായിരുന്നോ ധരിച്ചിരുന്നത് എന്നതിന് അധികം സുഹൃത്തുക്കളും സാധാരണഗതിയിൽ അവർ വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം ഇടത്തോട്ട് ഉടുക്കും, പിന്നീട് വലത്തോട്ട് ഉടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വസ്ത്രം ധരിക്കുന്നതിനുള്ള ഈ ഒരു സുന്നത്ത് ഒന്നുകൂടി പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. വലൈക്കും അസ്സലാം. വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത്, ഇടത്തേനെ അല്ലല്ലോ. അപ്പോ ആദ്യം തുണി ഉടുക്കുന്നവർ ആദ്യം ഇടത്തെ ഭാഗത്തുനിന്ന് വലത്തോട്ടാ ഉടുക്കണ്ടത്, വലത്തേനാണല്ലോ മുന്തിക്കേണ്ടത്. എന്നിട്ട് പിന്നെ വലത്തെ ഭാഗത്ത് നിന്ന് ഇടത്തോട്ടും. അപ്പൊ പുറത്തെ തുമ്പ് ഇടതുവശത്തേക്ക് വരണം. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ വസ്ത്രം ധരിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുപ്പായം ധരിക്കാറുണ്ടായിരുന്നു, നീളം കുപ്പായം ധരിക്കാറുണ്ടായിരുന്നു. എങ്കിലും അവിടെ നിന്ന് അരയുടുപ്പ് ഉടുക്കാറുണ്ടായിരുന്നു. അരയുടുപ്പ് എന്നാണ് തുണിക്ക് പറയാം. തുണി ഉടുക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ഇസ്ലാമിന്റെ അടയാളമായി അമുസ്ലിങ്ങൾ പോൽ മനസ്സിലാക്കിയതും മുസ്ലിങ്ങളായ ആളുകൾ
ഇടത്തെ തുമ്പ് പുറത്തേക്ക് വരുന്ന നിലക്ക് വലതുവശം ആദ്യം ഉടുത്ത് എന്നിട്ട് പിന്നെ ഇടതുവശത്തേക്ക് പുറംതുമ്പ് വെക്കലാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ അടയാളം, അതാണ് സുന്നത്ത്. അത് പക്ഷെ ആദ്യം ഉമ്മമാർക്ക് അറിയണം. ഉമ്മമാർക്ക് അറിഞ്ഞെങ്കിലേ കുട്ടികളെ തുടക്കത്തിൽ തുണി ഉടുക്കാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ തല തിരിച്ചാ വരിക. ഇപ്പൊ ചില ആളുകള് പറഞ്ഞേക്ക് ആദ്യം ഇടത്തോട്ട് എടുത്തിട്ട് പിന്നെ വലത്തോട്ടാക്കും. അപ്പൊ തുമ്പ് പുറത്തെ തുമ്പ് വരിക വലത്തെ ഭാഗത്തേക്ക. അത് സുന്നത്തിനെതിരാണ്, മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതിക്ക് വിപരീതമാണ്. അതുകൊണ്ട് ആദ്യം വലതുവശത്ത് നിന്ന് അല്ല, ആദ്യം എങ്ങോട്ട് വെക്കണം? ഇടത് വശത്തു നിന്ന് എടുത്തിട്ട് വലത്തോട്ട് വെക്കണം. എന്നിട്ട് പിന്നെ വലതുവശത്തു നിന്ന് എടുത്തിട്ട് ഇടത്തോട്ട് വെക്കണം. അങ്ങനെയാണ് തുണി ഉടുക്കേണ്ടത്. മുസ്ലിങ്ങൾ മരിച്ചാൽ മയ്യത്ത് കഫൻ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. കുറവാണ്, അത് ശരിയാണ്. പക്ഷെ എല്ലാം കുറഞ്ഞതൊക്കെ തല തിരിച്ചിട്ടുള്ള അതാണ് പ്രശ്നം. സുന്നത്തിന്റെ അതില് പാന്റ് കൊടുക്കുമ്പോൾ പിന്നെ എളുപ്പം വേഗം മനസ്സിലാവുക. പാന്റ് കൊടുക്കുമ്പോൾ ആദ്യം വലത്തേ കാലിന്റെ പാന്റ് ഇടുക, പിന്നെ ഇടത്തേ കാലിന്റെ ഇടുക. അയക്കുമ്പം ആദ്യം ഇടത്തേ കാലിന്റെ അയക്കുക, പിന്നെ വലത്തേ കാലിന്റെ അയക്കുക. തുണി കൊടുക്കുമ്പോൾ അത് പഠിക്കാനില്ല. അതുകൊണ്ടാണ് തുണി കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ വേണ്ടത്. ആദ്യം ഇടത് നിന്നിട്ട് വലത്തോട്ട് എടുക്കുക, എന്നിട്ട് പിന്നെ വലത്തുനിന്ന് ഇടത്തോട്ട് കൊടുക്കുക. അപ്പൊ ഇടത്തേട്ട് പുറത്തേ തുമ്പ് വരും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് ലാസ്റ്റ് പോയതാണെന്ന് അറിയില്ല. പിന്നെ ഒരു PM ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഉസ്താദ്. അതായത് പിന്നെ ഒരാൾക്ക് വേണ്ടി നേർച്ച ഓതി വെച്ച ഖുർആൻ മറ്റുള്ള ആളുകൾക്ക് ഹദിയ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ച ആൾ PM. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാൾക്ക് വേണ്ടി നേർച്ചയാക്കിയതാണെങ്കിൽ വേറൊരാൾക്ക് പിന്നെ എങ്ങനെ കൊടുക്കുക? അല്ല, നമ്മൾ ഓതി വെച്ചതാണ്. അത് നമ്മൾ ഒരാൾക്ക് അതിയാക്കി, അതുപോലെ വേറുള്ളവർക്കും അതിയാക്കി, എത്ര ആൾക്ക് വേണമെങ്കിലും മതിയാക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ അതിയാക്കുക എന്ന് പറയുന്നത് എന്താ? ഓതിയന്റെ കൂലി ഓതിയോൻ തന്നെയാണ്. അതിന്റെ മിസ്ല് സവാബ് ഇന്ന ആൾക്കും നീ എത്തിച്ചു കൊടുക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അങ്ങനെ ഞാൻ ഓതിയ ഈ ഖുർആനിന്റെ മിസ്ല് സവാബ് ഞാൻ ഇന്ന ആൾക്ക് അതിയാക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ഈ സവാബ് എനിക്ക് ഈ ഓതിയന് കിട്ടുന്നതിന് തുല്യമായിരിക്കുന്ന ഒരു പ്രതിഫലം ഇന്ന ആൾക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യാനാണ് ചെയ്യുന്നത്. അത് മോമിനാത്താവുകളാവുന്ന എത്ര ആളുകൾക്ക് വേണ്ടിയും ഹദിയ ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാമിൽ യാതൊരു കുഴപ്പമില്ല. ഒരാൾക്ക് അതിയാക്കി എന്നതുകൊണ്ട് വേറൊരാൾക്ക് അതിയാക്കി കൂടായികയില്ല. ഇതൊക്കെ പാടെ ഊരി വെച്ച് കൊടുക്കുന്നു അല്ലണ്ടാകുക. ഒരാൾക്ക് കൊടുത്തതുപോലെയുള്ള മിസ്ൽ സവാബ് തന്നെ മറ്റേ ആൾക്കും കിട്ടും. അയാൾക്ക് കൊടുത്തതുപോലെയുള്ള മിസ്ൽ സവാബ് തന്നെ മറ്റാൾക്കും കിട്ടും. അല്ലാഹു തആല ഫദ്ലുല്ലാഹി ഔസഉ, അള്ളാഹുവിന്റെ ഔദാര്യം വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേജാറാണ്ട. ആകെ ഒരു ഫാത്തിഹ ഓതി ആദ്യം മുത്തുനബിക്കും 313 അമ്പിയ മുസ്ലിങ്ങൾക്കും പിന്നെ 1,24,000 നബിമാർക്കും പിന്നെ അവിടുന്ന് ബദരീങ്ങൾക്കും ഇന്ന് വരെയുള്ള എല്ലാ അമ്പിയ ഔലിയാക്കളും പിന്നെ മോമിനാത്തും അതിനൊക്കെ പാടപ്പോ ഒരു ഫാത്തിഹന്റെ കൂലി എത്തുമോ? നിങ്ങൾ ബേജാറാണ്ട. ഒരു ഫാത്തിഹന്റെ സവാബ് ഒരാൾക്ക് കൊടുത്തെങ്കിൽ അതിന് തുല്യമായ സവാബ് വേറൊരാൾക്കും കൊടുക്കാൻ അല്ലാഹു തആലക്ക് കഴിയും. അപ്പൊ ഒരാൾക്ക് അതിയാക്കി എന്നതുകൊണ്ട് വേറൊരാൾക്ക് അതിയാക്കി കൂടായികയില്ല. എന്നാൽ ഒരാൾക്ക് നേർച്ചയാക്കിയതാണെങ്കിൽ അത് അയാൾക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. അസ്സലാമലൈക്കും. എന്റെ മുമ്പുള്ള ആൾക്കാർ മൈക്കെടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. എന്റെ ചോദ്യം ഉസ്താദേ, ഖുലാസയിലെ റവാവിന്റെ മുലകുടി ബന്ധം പറയുന്ന ആ പാഠത്തിലെ 1-2 പദങ്ങളെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലബന് പോലെ തന്നെയാണ് മഹീമ്, സബദ്, ജുബര്. അതൊക്കെ ലബന് കുടിച്ചാൽ മഹ്റമിയത്ത് സുബൂത്താവും പോലെ തന്നെയാണ് ഇതും ഒക്കെ ലബന് പോലെ തന്നെയാണെന്ന് പറയുന്നത്. ലബനിന്റെ വേറെ നോവുകളാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അതിന്റെ ശരിയായ അർത്ഥം നമ്മുടെ മലയാളത്തിലൊക്കെ എങ്ങനെ പറയുന്നത് എന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പാലുൽപ്പന്നങ്ങളാണ് മറ്റേ പറഞ്ഞതൊക്കെ. അതായത് ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ
മൃഗങ്ങളുടെ ഹലാലായ മൃഗങ്ങളുടെ പാല് കറന്ന് ആ പാല് കുടിക്കും പോലെ തന്നെ അത് മോരാക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് വെണ്ണ എടുക്കാറുണ്ട്, തുടങ്ങിയതൊക്കെ ഉണ്ട്. എന്നതുപോലെ ആധുനിക യുഗത്തിൽ സ്ത്രീകളുടെ മുലപ്പാൽ ശേഖരിക്കാനുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. മുല കുട്ടികൾ ഈമ്പേണ്ട ആവശ്യമില്ല, പിടിച്ചു ഞെക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക മെഷീൻ ഘടിപ്പിച്ചു കൊടുത്താൽ ഉള്ളിടത്തോളം പാല് അത് ഒരു പാത്രത്തിലേക്ക്, ഒരു കുപ്പിയിലേക്ക് ശേഖരിക്കും. ഇങ്ങനെ ശേഖരിച്ച പാല് അതാണ് ലബന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ലബന് എന്ന് പറഞ്ഞാൽ മോരാനാണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിലും അവിടെ പാല് എന്നുള്ള അർത്ഥത്തിന് തന്നെ. പിന്നെ പറഞ്ഞ മഹീല് അത് മോരാവുമ്പോഴാണ്. ഇനി സബദാവുമ്പം അതിൽ നിന്നിട്ട് വെണ്ണ എടുത്തതാണ്. അപ്പൊ ഈ പാല് കുടിക്കും പോലെ തന്നെ പാലുൽപ്പന്നങ്ങളാവുന്ന മോര്, തൈര്, വെണ്ണ തുടങ്ങിയവ ഒരു സ്ത്രീയുടെ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചത് അത് ഒരു കുഞ്ഞ് 5 പ്രാവശ്യം കഴിച്ചാലും മുലകുടി ബന്ധം സ്ഥിരപ്പെടുമെന്ന്. ഖളാആയ നിസ്കാരം അസർ തുടങ്ങി. എന്നോട് ഒരാൾ പറഞ്ഞു ഖളാആയ നിയ്യത്ത് വെക്കരുത്, അതാ ആയിട്ട് തന്നെയാണ് നിയ്യത്ത് വെക്കേണ്ടത് എന്ന്. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഖളാആയ നിസ്കാരം ഖളാ ആയിട്ട് തന്നെ നിസ്കരിക്കാണ്. വന്നു എന്താ ഉസ്താദ് വിശദീകരിച്ചു തന്നാല്. രണ്ടാമത്തെ ഒരു ചോദ്യം, അസർ നിസ്കരിച്ച് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഒരാള് ബാങ്ക് കൊടുത്തതെന്ന് പറഞ്ഞ് പിന്നെ അയാൾ മാറ്റി നിസ്കരിച്ചാൽ ആദ്യത്തെ നിസ്കാരം ഖളാ ആയിലേക്ക് കൂട്ടാൻ പറ്റുമോ എന്നുള്ളത്. വഅലൈക്കും അസ്സലാം. ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടുമ്പോൾ ഖളാ ആയി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഖളാ വീട്ടുന്നു എന്ന് കരുതൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. ഇന്ന നിസ്കാരമെന്നും ഫർളാണെങ്കിൽ ഫർള് എന്നും ഞാൻ നിസ്കരിക്കുന്നു എന്നും കരുതലേ വുജൂബുള്ളൂ. അത് അതാ ആയാലും അത്ര തന്നെ വുജൂബുള്ളൂ, ഖളാ ആണെങ്കിലും അത്ര തന്നെ. ഉദാഹരണം പറഞ്ഞാൽ ദുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അസർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, മഗ്രിബ് എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, ഇശാ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, സുബ്ഹ് എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ഇത്രേ വുജൂബുള്ളൂ. ഇനി അതായിക്കൊണ്ട് നിസ്കരിക്കുന്നു എന്നും ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് 4 റക്അത്തായി അല്ലാഹു തആലാക്ക് വേണ്ടി എന്നൊക്കെ കരുതൽ സുന്നത്താ. അപ്പൊ അതാ ആണെങ്കിൽ അതാ ആയിക്കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് കരുതലും ഖളാ ആണെങ്കിൽ ഖളാ ആയി നിസ്കരിക്കുന്നു എന്ന് കരുതലും സുന്നത്താണ്. അത് കരുതാതെ ളുഹ്ർ എന്ന ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു, അസർ എന്ന ഫർള് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ തന്നെ നിസ്കാരം സഹിയാകും. അതാ ഖളാ എന്ന് വ്യക്തമാക്കൽ നിർബന്ധമില്ല. വ്യക്തമാക്കുകയാണെങ്കിൽ നല്ലത് തന്നെ. ളുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ ഖളാ വീട്ടുന്നു എന്ന് കരുതിയാൽ നല്ലത് തന്നെയാണ്. ഇനി ഒരാൾ കരുതാതെ ളുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ അതുകൊണ്ട് ഫർള് വീടും, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ ചോദിച്ച് ഒന്ന് പതാണ്, രണ്ടാമത്തെ എന്തേനി അസർ ആയി എന്നുള്ള ധാരണയിൽ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് മനസ്സിലായി ബാങ്ക് കൊടുത്തിട്ടില്ല, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ അസറാൻ കൊടുക്കുന്നു. അപ്പൊ ആദ്യം നിസ്കരിച്ചപ്പോൾ അസറിന്റെ വഖത്ത് കടന്നിട്ടില്ലായിരുന്നു എന്ന് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബോധ്യപ്പെട്ടത്. എന്നാൽ രണ്ടാമത് വഖത്തായതിനു ശേഷം നിസ്കരിക്കാൻ ആദ്യം നിസ്കരിച്ചത് ശരിയായിട്ടില്ല, രണ്ടാമത് നിസ്കരിക്കണം, അത് ഉറപ്പ്. പിന്നെ സംശയം അതല്ല, ആദ്യം നിസ്കരിച്ചത് പണ്ടെന്നോ ഖളാ ആയ അസറായിട്ട് കൂട്ടാൻ പറ്റുമോന്ന്, അത് പറ്റൂല. മനസ്സിലായില്ലേ? പണ്ടെന്നോ ഖളാ ആയ നിസ്കാരത്തിലേക്ക് അത് കൂട്ടാൻ പറ്റുന്നതല്ല. മനഃപൂർവം അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ സഹീഹല്ല, ഹറാമാണ്, അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരനാവും.
മനഃപൂർവ്വമല്ലാതെ വഖത്തായി എന്ന ധാരണയിൽ നിസ്കരിച്ചതായതുകൊണ്ട് ഹറാമിന്റെ കുറ്റില്ല, അത് സുന്നത്ത് നിസ്കാരത്തിന് കൂലിയിട്ടും മറ്റൊരു ഫർളായ നിസ്കാരം കളാ വീട്ടുന്നതായിട്ട് ഇത് പരിഗണിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ വഖത്തായിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കൽ ഹറാമാ നിസ്കാരം തന്നെ ശരിയല്ല. അറിയാതെ നിസ്കരിച്ചതുകൊണ്ട് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിട്ടും മറ്റൊരു നിസ്കാരം കളാന്റെ പട്ടികയിലേക്ക് അത് എഴുതി ചേർക്കാൻ പറ്റുകയില്ല. ഓക്കെ. കേൾക്കുന്നുണ്ടല്ലോ. ഞാന് ചോദിക്കാൻ വിചാരിച്ചത് സ്ഥലമായി, അതാണ് പങ്കെടുത്ത് കൊണ്ട് പോകുന്നത്, അതാണ് ഞാൻ പെട്ടെന്ന് മൈക്കെടുത്തത്, ക്ഷമിക്കണം. കറാഹത്ത് എന്ന് പറയുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് ചെയ്താല് ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷയില്ലാത്തതും എന്നാണ്. അപ്പോൾ ഈ സുന്നത്തുകളെ ഉപേക്ഷിച്ചാല് കറാഹത്ത് ആവും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ സുന്നത്തുകളും ഉപേക്ഷിച്ചാലും കറാഹത്ത് ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. എനിക്ക് കറാഹത്തിന്റെ കുറ്റം ഉണ്ടാവുമോ എന്നാണ് അറിയാനുള്ളത്. മൈക്കൂടെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അങ്ങനെയില്ല. സുന്നത്ത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും, ചെയ്താൽ കുറ്റല്ല എന്ന് പറഞ്ഞ് വിട്ടാ പോരാന്ന് എനിക്ക് തോന്നുന്നു. എളുപ്പത്തിൽ അങ്ങനെ പറയല്. ഏതൊരു കറാഹത്ത് ചെയ്താലും നാളെ മഹ്ശറവൻസബിയിൽ ഹിസാബിന്റെ സമയത്ത് ഗൗരവമായി ചോദ്യം ചെയ്യപ്പെടുന്ന അത് തന്നെ വലിയൊരു ശിക്ഷയാണല്ലോ. നരകത്ത് പോകേണ്ടി വരില്ല, ഹറാമിന്റെ കുറ്റില്ല എങ്കിൽ പോലും കറാഹത്ത് ചെയ്താൽ ഭയാനകമായ പേടിയുടെ പരിഭ്രമത്തിന്റെ അവസരത്തിൽ മഹ്ശറവൻസബിയിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഒരു കാര്യം നീ എന്തുകൊണ്ട് ചെയ്തു, എന്താണ് നിനക്കതിന്റെ ന്യായം എന്ന് ചോദ്യം ചെയ്യപ്പെടും. അതുകൂടി മനസ്സിലാക്കണം. ഏതായാലും ആട്ടെ, സുന്നത്തായ കാര്യങ്ങൾ ഉപേക്ഷിക്കതെല്ലാം കറാഹത്തല്ല. ഒരു പക്ഷേ മുഅക്കദായ സുന്നത്ത് അഥവാ ഉപേക്ഷിക്കരുത് എന്ന വിരോധത്തോടു കൂടി ശക്തിയായി കൽപ്പിക്കപ്പെട്ട മുഅക്കദായ സുന്നത്ത്, അതല്ലെങ്കിൽ ഫർള് കൊണ്ട് ഖൗല് നടന്നതായ സുന്നത്ത്, ഇങ്ങനെയുള്ള രണ്ടാലൊരു സുന്നത്തിനെ ഉപേക്ഷിക്കുമ്പോഴാണ് കറാഹത്ത് വരുന്നത്. മറ്റുള്ളവർക്ക് ഖിലാഫുൽ ഔലയാണ് വരിക. ചിലപ്പോൾ ഖിലാഫുൽ അഫ്ദലും വരും. ചില സുന്നത്തുകൾ ഉപേക്ഷിച്ചാൽ ഖിലാഫുൽ ഔല വരും, കറാഹത്ത് വരൂല. മറ്റു ചില സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നത് ഖിലാഫുൽ ഔലേ വരുള്ളൂ. ഖിലാഫുൽ ഔലല്ല, ഖിലാഫുൽ അഫ്ദൽ. അത് ഖിലാഫുൽ അഫ്ദൽ എന്ന് പറഞ്ഞ ഖിലാഫുൽ ഔലിനെക്കാട്ടിലും താഴെ. അപ്പൊ എല്ലാ സുന്നത്തും ഉപേക്ഷിക്കൽ കറാഹത്തല്ല. മുഅക്കദായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കരുത് എന്നുള്ള വിരോധം വന്നതോ അതല്ലെങ്കിൽ ഉജൂബ് കൊണ്ട് ഇമാമിങ്ങൾക്ക് ഖൗലുള്ളതോ ആയ സുന്നത്തുകളാണ്. ആ സുന്നത്തുകൾ ഉപേക്ഷിക്കുമ്പോഴാണ് കറാഹത്ത് വരുന്നത്. അതല്ലാത്ത സുന്നത്ത് ഉപേക്ഷിക്കുമ്പോൾ ആമായ നെയ്യാണല്ലോ. എല്ലാ സുന്നത്തും എടുക്കണം, ഒഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആമായ നെയ്യായതുകൊണ്ട് ഖിലാഫുൽ ഔലയാണ് അവിടെ വരിക. അസ്സലാമലൈക്കും. ചോദിച്ചാലത് സക്കാത്ത് മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? കടം വീട് എന്നാല് ത്തോടെ. അസ്സലാമലൈക്കും. വൈദ്യാങ്ക ചോദിച്ചെങ്കിൽ മൈക്ക് വിടാൻ മറന്നുപോയി. അതാ കേട്. അത് മറന്നുപോയി കാരണം വേദാണ്. സക്കാത്ത് താങ്കളുടെ സക്കാത്ത് അവനവൻ ചെലവ് കൊടുക്കൽ വുജൂബുള്ള ആളുകൾക്ക് കൊടുത്താൽ സക്കാത്ത് വീടുന്നതല്ല. സാമ്പത്തികമായി കഴിവില്ലാത്ത ചെറിയ കുട്ടികൾ, അതല്ലെങ്കിൽ മുതിർന്നവർ തന്നെയാണെങ്കിലും തൊഴിലെടുക്കാൻ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഷോലായതുകൊണ്ട് തൊഴിലിന് പോകാൻ സൗകര്യപ്പെടാത്തവരോ ആയ കുട്ടികൾക്ക് ചെലവ് കൊടുക്കൽ രക്ഷിതാക്കളുടെ മേൽ ഫർളാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മുടെ സക്കാത്തിൽ നിന്നിട്ട് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. എന്നാൽ പ്രായപൂർത്തി എത്തിയ കഴിവുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ തൊഴിലുണ്ട്, ജീവിക്കുന്നുണ്ട്, പക്ഷേ അയാളുടെ വരുമാനം കൊണ്ട്
അയാളുടെ ജീവിത മാർഗത്തിന് തികയുന്നില്ല, അതുകൊണ്ട് ഫക്കീറാണ് അല്ലെങ്കിൽ മിസ്കീനാണ്, എന്നാൽ അവർക്ക് സക്കാത്ത് കൊടുക്കാവുന്നതും ആണ്. അപ്പൊ സ്വന്തം ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള മക്കൾക്ക് സക്കാത്ത് കൊടുത്താൻ പറ്റൂല. എല്ലാ മക്കൾക്കും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. പ്രായപൂർത്തി ഉണ്ട്, പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, തൊഴിലെടുക്കാൻ കഴിവുണ്ട്, അങ്ങനെ തൊഴിലെടുക്കുന്നുമുണ്ട്. പക്ഷേ അയാളുടെ ചെലവും വരവും കൂടി നോക്കുമ്പം ചെലവിന് തികയുന്നില്ല. അങ്ങനെ ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ, അല്ലെങ്കിൽ കടം കൊണ്ട് വരഞ്ഞവരാണെങ്കിൽ അതിലേക്ക് സക്കാത്തിൽ നിന്നിട്ട് കൊടുക്കാവുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഒരു ഡെപ്പോസിറ്റ് സ്കീമിനെ കുറിച്ചാണ് സംശയം. മോൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു സ്കീമുണ്ട്. ഇസ്ലാമിക് സ്കൂളാണ്, ഒരു തങ്ങൾ നടത്തുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ 1 ലക്ഷം അടച്ചാൽ മോളുടെ സ്കൂൾ പഠനം കഴിയുന്നത് വരെ പൈസ അടക്കണ്ട. പഠനം കഴിഞ്ഞ് പോരുമ്പോൾ പൈസ തിരിച്ചു തരും. ഇത് അനുവദനീയമാണോ? പരീക്ഷയിൽ പെടുമോ? ഞാൻ 50,000 അടച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. എന്താ ഇപ്പൊ വകുപ്പ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ശരിയാ, അത് അവരോട് തന്നെ ബന്ധപ്പെട്ടിട്ട് ഈ സ്കീം ശറഈന്റെ അടിസ്ഥാനത്തിൽ ഏത് വകുപ്പിലാണ് നിങ്ങൾ പെടുത്തിയത് എന്ന് അന്വേഷിച്ചേ പറ്റൂ. അതായത് ഒരു സംഖ്യ കടം കൊടുത്തിട്ട് അതിന്റെ ലാഭം വരുമാനം എന്ന നിലക്ക് ഈ കുട്ടിയുടെ പഠന ചെലവാവുന്ന ഫീസ് അവർ വഹിക്കുകയും തിരിച്ച് നമുക്ക് ആ സംഖ്യ ഏറ്റക്കുറവില്ലാതെ തരികയും ചെയ്യുക എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബൻ. ഏതൊരു കടമിടപാടും അത് മുഖേന ഒരു ഉപകാരം നേടുന്നുണ്ടെങ്കിൽ അത് പലിശയാവുന്നു. ഇപ്പൊ 1 ലക്ഷം രൂപ കൊടുത്ത് പിന്നീട് ആ 1 ലക്ഷം തിരിച്ചു വാങ്ങുമ്പോൾ കൊടുത്ത കാശ് കടായിട്ടാണല്ലോ. ഇതിൽ ഏറണമില്ല കുറയണമില്ല. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഈ കാശ് അവിടെ കൊടുത്താല് നമ്മളെ കുട്ടിന്റെ ഫീസ് ഇല്ലാതെ അവര് പഠിപ്പിക്കും. മാസം തോറും കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്ന മൻഫഅത്ത് ഈ 1 ലക്ഷം കടം കൊടുത്തതിലൂടെ വരികയാണ്. അതുകൊണ്ട് തന്നെ കടം കൊടുത്തത് മുഖേന ഉപകാരമെടുക്കുന്ന കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബൻ എന്ന പരിധിയിൽ പെടാനേ അത് സാധ്യത കാണുന്നുള്ളൂ. ഇനി തങ്ങളാണ് ഇസ്ലാമിക് സ്കൂളാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഏത് വകുപ്പാണത് എന്ന് അവരുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും ശറഈൽ അനുവദനീയമായ ഏത് വകുപ്പിൽ പെട്ടിട്ടാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തെങ്കിലേ അത് ഹലാലാവുള്ളൂ. ഇല്ലെങ്കിൽ ബാഹ്യമായി കാണുന്നത് കടം കൊടുത്ത് അതിന്റെ ഉപകാരം എന്ന നിലക്ക് ഫീസ് അടക്കാതെ കുട്ടിയെ പഠിപ്പിക്കുകയും ഇത് കഴിഞ്ഞതിന് ശേഷം ആ കാശ് തിരിച്ചു വാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്ന കടം കൊണ്ട് നേട്ടം ഉണ്ടാക്കുന്ന പലിശ സമ്പ്രദായത്തിന് ഇനത്തിലാണ് ബാഹ്യമായി അത് കാണുന്നത് എന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി അവരുമായി ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടതാവുന്നു എന്ന് ആ സുഹൃത്തിനെ അറിയിക്കുക. കാര്യകൂടി പറയാനുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. തുക്കുമൽ ഉസ്താദിന്റെ ഒരു PM ആണ്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച ഒരു ചോദ്യം നമ്മളെ ഹനീഫ 2011 ചോദിച്ചതാണ്. ഉമ്മയെ ഉംറക്ക് കൊണ്ടുവരുന്നുണ്ട്. ഉമ്മാക്ക് ക്യാൻസർ ആണ്, ഉമ്മാക്ക് വരാൻ കഴിയില്ല രോഗം കാരണം. അപ്പോൾ ഉമ്മാക്ക് ഉംറ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും. ഉമ്മാക്ക് വലിയ ഗുരുതരമായ രോഗം പിടിപെട്ട് ഇനി അത് മാറിക്കിട്ടുമെന്നും ആരോഗ്യം തിരിച്ചു കിട്ടി ഉമ്മക്ക് വരാൻ പറ്റുമെന്നും തോന്നുന്ന അവസ്ഥയല്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ അവർക്ക് ബുദ്ധിക്ക് തകരാറില്ലാത്തത് കൊണ്ട് അവരോട് സമ്മതം വാങ്ങി അവർക്ക് വേണ്ടി ഉംറ ചെയ്യാവുന്നതാണ്. ഫർളായ ഉംറയാണെങ്കിലും ചെയ്യാം, സുന്നത്തായ ഉംറയാണെങ്കിലും ചെയ്യാം, അവരുടെ സമ്മതത്തോടു കൂടി. അപ്പോ ഉമ്മാക്ക് വേണ്ടി ഫർളാണെങ്കിൽ ഫർളായ ഉംറ ഞാൻ നിർവഹിക്കുന്നു, ഉമ്മാക്ക് വേണ്ടിയുള്ള ഉംറയുടെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. സുന്നത്താണെങ്കിലും പറ്റും. സുന്നത്താണെങ്കിൽ ഉമ്മാക്ക് വേണ്ടി
സുന്നത്താക്കപ്പെട്ട ഉംറയുടെ ഇഹ്റാം ഞാൻ നിർവഹിക്കുന്നു, ഉമ്മാക്ക് വേണ്ടി ഉംറയുടെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. അതിന് ഉമ്മാനോട് ആദ്യം സമ്മതം വാങ്ങണം. രണ്ടാമത് സുഖമായിട്ട് ഒരു യാത്ര ചെയ്ത് ഉംറ ചെയ്യാൻ പറ്റും എന്ന ആലോചന ഇല്ലാത്ത അവസ്ഥയ്ക്കും വേണം. അങ്ങനെ ചെയ്താൽ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യുന്നു എന്ന്, ഉമ്മാക്ക് വേണ്ടിയുള്ള ഉംറയുടെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ സാധാരണ പോലെ ചെയ്താൽ മതി. വളരെ തിരക്കുള്ള സമയത്ത് നിസ്കാര ശേഷം പള്ളികളിൽ നിന്നും പുറത്ത് കടക്കാനുള്ള വഴിയിൽ പലരും അവിടെ നിസ്കരിക്കുന്നു. എന്നാൽ നമ്മുടെ പിന്നിൽ നിന്നും പലരും ബലമായി തള്ളുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ നമസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ കടന്ന് പുറത്ത് കടക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല എന്ന ഹുക്മ ആ സമയം അങ്ങെത്തിയാണ് എന്ന ഹുക്കുമ് ചില നിബന്ധനയോടുകൂടിയാണ്. അതായത് വഴിമധ്യത്തിൽ നിൽക്കരുത്, അതോടുകൂടി ഒരു മുഴത്തിന്റെ 2 ഭാഗത്തിൽ കുറയാത്ത ഒരു മറയിലേക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കണം നിൽക്കേണ്ടത്. ഇവന്റെയും മറയുടെയും ഇടയിൽ 3 മുഴത്തേക്കാൾ അകലമുണ്ടാവരുത്. ഈ നിബന്ധന പാലിച്ചുകൊണ്ട് ഒരു മറയോടടുത്ത് നിന്ന് വഴിമധ്യത്തിലല്ലാതെ നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ നടന്നു പോകൽ ഹറാമാണ്. മറയില്ലാതെ അല്ലെങ്കിൽ ഉള്ള മറയെ തൊട്ടിട്ട് 3 മുഴത്തേക്കാൾ അകന്നുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വഴിമധ്യത്തിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിലൂടെ കടന്നു പോകൽ ഹറാമല്ല, കറാഹത്താണ്. പറ്റുമെങ്കിൽ ഒഴിവാക്കലാണ് നല്ലത്. അടിയന്തര അത്യാവശ്യ ഘട്ടത്തിൽ നടന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? വഴിയോരത്ത് നിൽക്കുന്ന വഴിമധ്യത്തിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിലൂടെ തന്നെ നടന്നു പോകാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അങ്ങനെ നടക്കൽ കറാഹത്ത് തന്നെയാണ്. എന്നാൽ ഹറാമില്ല. ഹറാമ് വരിക മറ കൊള്ള മുന്നിട്ട് 3 മുഴത്തേക്കാൾ അകലാത്ത നിലക്ക്, ഒരു മുഴത്തിന്റെ 3/2 ഭാഗത്തേക്കാൾ കുറയാത്ത നിലക്കുള്ള ഒരു മറയിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ആ മറയുടെയും അവന്റെയും ഇടയിലൂടെ നടക്കാൻ പാടില്ല, അത് ഹറാമാണ്. അല്ലെങ്കിൽ ഒഴിവാക്കൽ നല്ലതാണ്, മുന്നിൽ കൂടെ നടന്നു പോലെ കറാത്താണ്. ഓക്കെ, ഇനി സമയമില്ല കേട്ടോ, സമയം കഴിഞ്ഞാൽ ഈശ്വരി ഇനി ചോദ്യക്കാരും വരണ്ട. ഇപ്പൊ തന്നെ ബാങ്ക് കൊടുക്കാനായി എനിക്ക് ഈശ്വരി എന്തോ 1 മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. വേഗം നോക്ക്. അസ്സലാമലൈക്കും. ഇൻഷാ അല്ലാഹ് ഉസ്താദ് തെക്കുമല ഉസ്താദിന്റെ ഒരു PM ആണ്. നമ്മുടെ നാട്ടിലെ തെക്കുമല SSF SOS പ്രവർത്തകൻ അലി എന്നയാളുടെ ഭാര്യ നഫീസ കുണ്ടുതൊടി മരണപ്പെട്ടു. മയ്യത്ത് നിസ്കരിക്കാനും മഗ്ഫിറത്തിനും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് നല്ലൊരു സ്വാലിഹായ സ്ത്രീ ആണ്. ഒരു കുട്ടി മുത്താലിം ആണ്. ഈ ഇർഷാദിയ കൊളത്തൂരിന് പഠിക്കുന്നത് അലവി സക്കാഫിയുടെ മാരാമംഗലം ഉസ്താദന്മാരും മറ്റു പ്രസ്ഥാന നേതാക്കളും പങ്കെടുത്തിരുന്നു. ദുആ ചെയ്യാനും മയ്യത്ത് നിസ്കരിക്കാനും ഏൽപ്പിക്കുക എന്നുള്ള മെസ്സേജാണ് വന്നത്. ഞാൻ ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ആഖിറം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവരുടെ ബന്ധപ്പെട്ടവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകുമാറാകട്ടെ. പിന്നെ ആരാണ് ഒരു ഹനീഫ? അദ്ദേഹത്തിന് ഉമ്മാക്ക് ക്യാൻസർ വേദന കൊണ്ട് പുളയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാടെ രോഗം ആയുസ്സുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ വിഷമത്തിലാകാതെ
ആയുസ് എത്തിയതാണെങ്കിൽ വേദനയും വിഷമവും ഇല്ലാതെ നല്ല നിലയ്ക്ക് ഹുസ്നുൽ ആഖിബത്തിന്റെ മൗത്ത് കൊടുക്കുമാറാകട്ടെ. വേദന വിഷമം അല്ലാഹുതആല എത്രയും പെട്ടെന്ന് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ വേദന ഷിഫയാക്കി, ആയുസ്സുള്ളതാണെങ്കിൽ രോഗം പൂർണ്ണമായ ഷിഫയാക്കി, ആയുസ് എത്തിയതാണെങ്കിൽ സുഖമായ നിലക്ക് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സമയം ബാങ്ക് കൊടുത്ത ആൾക്കാണ്, അതുകൊണ്ട് പെട്ടെന്ന് നിർത്താം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈറുൽ ജസാ യാ ഉസ്താദ്. അൽഹംദുലില്ലാഹ്, വളരെയധികം സന്തോഷവും റാഹത്തും ഉള്ള നല്ലൊരു ക്ലാസ് നമുക്ക് ലഭിച്ചു. ഇന്നും ഫിഖിയായ ക്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന നിലക്കുള്ള ഒരു സ്വാലിഹായ അമലായി നമ്മൾ നിന്ന് സ്വീകരിക്കുകയും പഠിച്ചത് അറിഞ്ഞ് പ്രവർത്തിക്കുവാനും പരിപൂർണമായി അതിന്റെ ശ്രേഷ്ഠതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അമലുകളൊക്കെ പരിപൂർണമാക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അമലുകളൊന്നും നഷ്ടപ്പെടാതെ അമലുകളൊക്കെ അതിൻ്റെതായ നിലയിൽ ചെയ്യുവാനുള്ള നമുക്ക് ഉപകാരപ്രദമായ അറിവുകൾ നമ്മുടെ ഉസ്താദന്മാരിൽ നിന്ന് ലഭിക്കുമാറാവട്ടെ. അവർക്കും നമുക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദയവായി കൊണ്ട് അതിന് പോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാരൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്ന് ഉണർത്തുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് താഴെയുള്ള ഉസ്താദന്മാര് ഉസ്മാൻ മുത്തിക്കൽ ഉസ്താദൊക്കെ ഉണ്ടല്ലോ അല്ലെ? ഉസ്താദെ സൗകര്യപ്പെടാന്നുണ്ടെങ്കിൽ ഉസ്മാനില്ലെങ്കിലും മൈക്കിലേക്ക് വന്നാൽ നന്നായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മൾക്കിനിപ്പോ ബഹുമാനപ്പെട്ട അബൂ ഫായിസ് ഉസ്താദ് നാട്ടിലേക്ക് പോയ കാരണത്താൽ നമ്മൾക്ക് ഇടക്കിടക്കൊക്കെ നമ്മളെ റൂമിനെ ഓപ്പൺ ചർച്ചയും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഉസ്താദായിരുന്നു. ഉസ്താദ് ഇപ്പൊ നാട്ടിലേക്ക് തൽക്കാലം ഗൾഫ് നിർത്തിപ്പോയ ഒരു അവസ്ഥയാണുള്ളത്. നാട്ടിൽ ചെന്നാൽ പിന്നെ എല്ലാവർക്കും തിരക്കായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കണ്ട് ഒഴിവ് കിട്ടുന്നുള്ളത്. അപ്പോ നാടുമായിട്ടുള്ള ചുറ്റുപാടുകളും നാടുമായിട്ടുള്ള ബന്ധങ്ങളും ആവുമ്പോൾ പിന്നെ ഒരു പരിധിയൊക്കെ ഉണ്ടാവും നമുക്ക് ഇതിലൊക്കെ ബൈലക്സ് കയറി. ഇതിപ്പോ ഗൾഫിലൊക്കെ ആവുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം ജോലി കഴിഞ്ഞതിന് ശേഷം കിട്ടുമ്പോൾ നമ്മൾ സജീവമാവുന്നു. അപ്പോ എത്ര സജീവമാകുന്ന ആൾക്കാരായാലും നാട്ടിൽ പോയാൽ അതിന് സാധിക്കുകയില്ല. ഏതായിരുന്നാലും റബ്ബ് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാവട്ടെ. നാട്ടിലായിരുന്നാലും പ്രവാസ ജീവിതത്തിലായിരുന്നാലും നമുക്ക് ആ ദേശമാനസ്ഥയുടെ വാങ്കിനടുത്ത് എന്നാ പറയുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരത്തുള്ള ഉസ്താദന്മാരോ പ്രവർത്തകരോ മൈക്കിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോ നാട്ടിലല്ലാഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ജോലി കഴിഞ്ഞാൽ പിന്നെ നമ്മള് അനാവശ്യ മേഖലകളിലേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ റൂമുമായി സജീവമാവുന്നു. അൽഹംദുലില്ലാഹ് ഖൈറായ കാര്യം തന്നെയാണ്. അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതായിരുന്നു നാട്ടിലാവുമ്പോൾ അങ്ങനെയല്ല. നാട്ടിലാവുമ്പോൾ നമ്മൾക്ക് നാട്ടില് നമ്മളെ വീടിന്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ അറിയണം, പുറത്തുള്ള കാര്യങ്ങൾ അറിയണം, സംഘടനാ പ്രവർത്തനം, നമ്മുടെ ജോലിക്കാരറിയണം, മരണം, കല്യാണം, അതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചുറ്റുപാടായിട്ട് നമുക്ക് സമയം തികയാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇൻഷാ അല്ലാഹ് എന്നിരുന്നാലും നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകരൊക്കെ കഴിയുന്ന പരമാവധി നമ്മൾ ഈ സംരംഭവുമായി ബന്ധപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ റേഡിയോ അത് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ്. വളരെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു. നമ്മുടെ ക്ലാസ് റൂമിനേക്കാൾ റേഡിയോ ശ്രോതാക്കളാണ് നമുക്കുള്ളത്. അത് എല്ലാവരും അത് പരിചയപ്പെടുത്തി കൊടുക്കുകയും പരിചയം ഇല്ലാത്തവർക്ക് നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കുകയും അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും വേണം. നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട ക്ലാസ്സുകളും പ്രധാനപ്പെട്ട നമ്മുടെ സംഘടനാ തലങ്ങളിലുള്ള ചലനങ്ങളും അതേപ്രകാരം തന്നെ നമ്മുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകളും അവരുടെ അഭ്യർത്ഥനകളും ഒക്കെ നമുക്ക് കേൾക്കുന്നതും നമ്മൾ അറിയുന്നതും ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ കൂടിയാണ്. റേഡിയോ ആകുമ്പോൾ ഒരു മുതൽ മുടക്കൊന്നും സമയം അധികം നമ്മൾ ജോലി ചെയ്യുന്നതിന് അടുത്ത് ഓണാക്കി വെച്ചാൽ നമ്മുടെ ജോലി നടക്കും. അപ്പോ അത് വളരെയധികം ഉപകാരപ്രദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദനീയമായ നിലയിൽ നമുക്ക് നമ്മുടെ സംഘടന, നമ്മുടെ ഈ പ്രവർത്തനം ഒക്കെ നടത്താനും അതൊക്കെ ഒരു ജാരിയായ സ്വതക്കയായ അല്ലാഹു നമ്മളിൽ സ്വീകരിക്കുകയും നമ്മൾ ഇവിടുന്ന് മൺമറഞ്ഞു പോയാലും നമ്മുടെ പിൻഗാമികളായ ആളുകൾക്ക് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനും
അതിന്റെ ഫലം നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തരുമാറാവട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്കൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അള്ളാഹു നമ്മളിൽ സ്വീകരിക്കുമാറാവട്ടെ എന്നുകൂടി ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി എല്ലാവരും നമ്മുടെ ഈ റൂമുമായി സഹകരിപ്പിക്കുകയും നമ്മളാൽ കഴിയുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ നമ്മുടെ റൂമിന് വേണ്ടി അതൊക്കെ ഓരോരുത്തരും അവനവന്റെ കഴിവിനും ഒഴിവിനും അനുസരിച്ച് ചെയ്യുകയും വേണം എന്നുകൂടി ഉണർത്തുന്നു. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഖിറത്തിലേക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. ഒരു അണുമണിത്തൂക്കം നമുക്ക് ചെയ്യാൻ കഴിയും. അതാണല്ലോ ഖുർആനിൽ പറഞ്ഞത്, ആരോ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തോ അവനത് അനുഭവിച്ചറിയുമെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ സമയം അത് നമുക്ക് അള്ളാഹുവിന്റെ വഴിയിലായി കൊണ്ട് ഒഴിവ് സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അസിഖ് റസൂലൊക്കെ മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. റഷീദൊക്കെ കുറെ നേരമായി കൈയുയർത്തി നിൽക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല, പിന്നെ അവിടെ ഇല്ല, സ്ഥലത്തില്ല എന്നുള്ള അറിയുന്നില്ല. ഏതായിരുന്നാൽ ഞാൻ മൈക്ക് വിട്ടു. സൗകര്യപ്പെടുന്നവർക്ക് മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നല്ല പഠനാർഹമായ എന്നത്തെയും പോലെ ഇന്നും അള്ളാഹുവിന്റെ അപാരമായ കുദറത്താൽ നമുക്ക് നമ്മുടെ അബൂസാഖിർ ഉസ്താദിന്റെ ക്ലാസ് കിട്ടി. അൽഹംദുലില്ലാഹ് വളരെ റാഹത്തുണ്ട്. അള്ളാഹു താല ഉസ്താദിന് ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കുടുംബത്തിലൊക്കെ അള്ളാഹു താല ഖൈറും ബർക്കത്തും പ്രദാനം കൊടുക്കട്ടെ. ഇൽമിൽ അള്ളാഹു താല ബർക്കത്ത് നൽകുമാറാവട്ടെ. ആവശ്യമായ സമയത്ത് ആവശ്യമായ രൂപത്തിൽ വിശകലനം നടത്താൻ, സംശയ നിവാരണം നടത്താൻ അള്ളാഹു താല ബുദ്ധിശക്തിയും ഇൽമും അള്ളാഹു താല ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അത് അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു താല നമുക്കും പ്രദാനം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. കല്ലേരിക്ക് റഷീദ് കല്ലേരി ഉസ്താദിന് മൈക്ക് വേണോ? മറ്റുള്ളവർ കൈപൊക്കി നിൽക്കുന്ന ഒരു മൈക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ എസ് അടിച്ചു കഴിഞ്ഞാൽ മൈക്ക് വിടാം. ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്, പക്ഷെ രാവിലെ ഡ്യൂട്ടി ടൈം ആയതിന്റെ പേരിൽ പങ്കെടുക്കാനേ കഴിയാറുള്ളൂ, മൈക്ക് എടുക്കാൻ കഴിയാറില്ല. അത് പറയാനോ അല്ലെങ്കിൽ ഉപദേശം തരാനൊന്നും അർഹനല്ല. എന്നാലും പറഞ്ഞത് കേട്ടതും പഠിച്ചതൊക്കെ ആയ കാര്യങ്ങള് തെറ്റുണ്ടെങ്കിൽ ഉസ്താദുമാര് തിരുത്തി തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി പരസ്പരം പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മൈക്കെടുത്തതാണ്. കുറച്ച് സമയം ഒഴിവുണ്ട്. അള്ളാഹു താല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇത്ര നേരം നമ്മൾ ഇൽമിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇൽമാണല്ലോ നമ്മളുടെ വിഷയം. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ എവിടുന്ന് വെച്ചാൽ ആ ഇൽമ് പെറുക്കിയെടുക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, അതൊക്കെയാണല്ലോ നമ്മുടെ ഉദ്ദേശം. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു തആല ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് ഉസ്താദുമാര് വിഷമത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അവരുടെ അസുഖങ്ങളൊക്കെ ഭേദാക്കി കൊടുത്ത് കുടുംബത്തിൽ സന്തോഷത്തിലും നമ്മോട് പങ്കുവച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് പിരിഞ്ഞു പോയവരുടെ ഖബർ അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഞാൻ ചെറിയ ഒരു വിഷയത്തിലേക്ക് പോവാ. പ്രസംഗിക്കാനല്ല, വാഴ്ന്നു പറയാനല്ല, പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യും പോലെ കുറച്ച് സമയം പോവാ. ഉസ്താദുമാര് അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നാൽ മൈക്ക് വിടുകയും ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ നൂറൻ നൂരി യാ മുദബ്ബിറൽ ഉമൂരി ബല്ലിഗ് അന്നി റൂഹ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹിയ്യത്തൻ വസലാമ. الصلاة والسلام على ما في علم الله عليك يا رسول الله لاقت حيلتي وأنت وسيلتي فادركني سريعا بعزة الله صلوات الله وملائكته وأنبيائه ورسله وجميع خلقه على سيدنا محمد وعلى آل محمد وعليهم السلام ورحمة الله وبركاته. الحمد لله. എൻ്റെ കൂട്ടുകാരെ, കുറച്ച് വിഷയം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങളിൽ കൂടുതൽ വിശദീകരണം കൂടാതെ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്നത്തൈനി. അല്ലെ, രണ്ട് കാര്യങ്ങളില് ഹസൂയ വെക്കാം എന്ന് പറഞ്ഞു.
രണ്ട് കാര്യങ്ങളിൽ അസൂയ വെക്കാം. അതവിടെ പറഞ്ഞു വെക്കുകയാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് അത് ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് തിരിയും. ജീവിതമാണ് നമ്മളെല്ലാവരും, ജീവിതത്തിന്റെ വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെ? ജീവിത വിജയമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നതും. ജീവിത വിജയത്തിനാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്. നിത്യസൗഖ്യം, നിത്യമായ സുഖം നേടുകയാണ് യഥാർത്ഥ ജീവിത വിജയം, അല്ലെ? നിത്യമായ വിജയം ലഭിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. സന്തോഷത്തിനു ശേഷം ദുഃഖം, ഐശ്വര്യത്തിനു ശേഷം ദാരിദ്ര്യം, ആരോഗ്യത്തിനു ശേഷം രോഗം, യൗവനത്തിനു ശേഷം വാർദ്ധക്യം, ജീവിതത്തിനു ശേഷം മരണം വരുന്നുവെങ്കിൽ ഇവിടെ നിത്യസൗഖ്യമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. സന്തോഷത്തിന് ശേഷം ദുഃഖം വരിക, ഐശ്വര്യത്തിന് ശേഷം ദാരിദ്ര്യം വരിക, ആരോഗ്യത്തിന് ശേഷം രോഗം വരിക, യൗവനത്തിന് ശേഷം വാർദ്ധക്യം വരിക, ജീവിതത്തിന് ശേഷം മരണം വരിക. അങ്ങനെ ആവുമ്പോ നിത്യസൗഖ്യം നമുക്ക് കിട്ടുന്നില്ല, അല്ലേ? നിത്യ സൗഭാഗ്യവുമില്ല. അപ്പൊ പിന്നെ ദുഃഖവും ദാരിദ്ര്യവും രോഗവും വാർദ്ധക്യവും മരണവുമില്ലാത്ത നിത്യസൗഖ്യത്തിലൂടെയുള്ള നിത്യസൗഭാഗ്യമാണ് യഥാർത്ഥമായ വിജയം എന്ന് പറഞ്ഞാൽ അത് എവിടെയാണുള്ളത്? സത്യത്തിൽ അത് എവിടെയാണുള്ളത്? ദുന്യാവിലാണോ ആഖിറത്തിലാണോ? അത് പരലോകത്തില് സ്വർഗം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അത് പരലോകത്തിലുള്ള സ്വർഗത്തിലാണ്. അത് പരലോകത്തിലുള്ള സ്വർഗത്തിലാണ്. എല്ലാ വ്യക്തിയും മരണം ആസ്വദിക്കും, അല്ലെ? മരണം ആസ്വദിക്കാത്ത ഒരു വ്യക്തിയുമില്ല. നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് അന്ത്യദിനം പൂർണ്ണമായി നൽകപ്പെടും. തദവസരം ആര് നരകത്തിൽ നിന്ന് അകപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവർ തീർച്ചയായും വിജയം കൈവരിച്ചു കഴിഞ്ഞു, അല്ലെ? ഭൗതിക ജീവിതം വഞ്ചനാപരമായ ചരക്കു മാത്രമാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. കുല്ലു നഫ്സിൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. അതാണ് വിശദീകരിച്ചത്, അതാണ് പറഞ്ഞത്. സത്യത്തില് നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുവോ അത് പൂർണ്ണമായിട്ട് അന്ത്യദിനത്തിൽ നൽകപ്പെടും. അങ്ങനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചവനാണ് ആര്? വിജയി. നമ്മുടെ ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ അത് വഞ്ചനാപരമായ ഒരു ചരക്ക് മാത്രമാണ്. ഇനി പാരത്രികമായ നിത്യസൗഭാഗ്യത്തിന് ഏറ്റവും സഹായകമായ രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? നിത്യസൗഭാഗ്യത്തിന് ഏറ്റവും സഹായകമായ രണ്ട് കാര്യങ്ങൾ അതേതൊക്കെയാ? നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് അടിക്കാം, പ്രശ്നമില്ല. അപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടോന്നും അറിയാലോ. അതോ ഒരാളിങ്ങനെ പറയാ, ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഓരോ പണിയായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാല് പെട്ടെന്ന് മനസ്സിലാവില്ല. കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ പറയാം. അപ്പോ ഈ പാരത്രികമായ നിത്യസൗഭാഗ്യത്തിന് ഏറ്റവും സഹായകമായ രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് അറിവ്. രണ്ടാമത്തതോ സമ്പത്ത്. ധനം നമ്മൾ സമ്പാദിക്കണം, അത് സംരക്ഷിക്കണം, അത് പരിപോഷിപ്പിക്കണം, സ്വന്തമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം, മറ്റുള്ളവർക്ക് ആവശ്യ നിർവഹണത്തിന് നമ്മൾ നൽകുകയും വേണം. അതാണ് സമ്പത്ത്. നന്നായിട്ട് ധനം സമ്പാദിക്കണം, അത് നമ്മൾ സംരക്ഷിക്കണം, പരിപോഷിപ്പിക്കണം, സ്വന്തമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം, മറ്റുള്ളവർക്ക് ആവശ്യത്തിന് കൊടുക്കുകയും വേണം. അല്ലാതെ പെട്ടിയിൽ അടച്ചിട്ട് പൂട്ടി വെക്കാനുള്ളതല്ല സമ്പത്ത്. ഇനി അപ്പോഴാണ് അതെന്ത് ചെയ്യുക? വലിയ സൗഭാഗ്യമായി തീരുന്നത്. ഇതേ പ്രകാരം തന്നെ അറിവും സമ്പാദിക്കണം, അത് മറക്കാതെ സംരക്ഷിക്കണം, സ്വന്തമായ ജീവിതത്തിൽ അത് പ്രയോഗിക്കണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും
അതൊരു മഹാസൗഭാഗ്യമാവുന്നത് കണ്ടോ. ഇപ്പൊ നമ്മളെ അബൂസാഖർ ഉസ്താദും നമ്മുടെ ചെറുപ്പ് ഉസ്താദും അതുപോലെ പയ്യോളി ഉസ്താദും കേൾവിക്കാർ ഉസ്താദും നമ്മളെ റൂമിലുള്ള ഒരുപാട് ഉസ്താദുമാര് അവര് ചെയ്യുന്നത് അതാണ് കണ്ടോ. ധനം സമ്പാദിക്കുക, അത് മറക്കാതെ സംരക്ഷിക്കുക, ജീവിതത്തിൽ അത് ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഇൽമ് ഒരു മഹാസൗഭാഗ്യമാവുന്നത്. ഇനി ധനം സമ്പാദിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക, അറിവ് സമ്പാദിച്ച് ജനങ്ങൾക്ക് പകർന്നുകൊണ്ടേയിരിക്കുക. ഇത് രണ്ടും അഭികാമ്യങ്ങളായ നേട്ടങ്ങളാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് എന്ത്, അസൂയാർഹങ്ങളായ ഈ രണ്ടു കാര്യങ്ങളെ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രസ്താവിച്ചത്. അത് നമുക്ക് അസൂയപ്പെടാം. അവരെ പോലെ നമ്മളും പഠിക്കണം, അവരെ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ധനം സമ്പാദിക്കുന്നത് നമ്മൾ സമ്പാദിക്കണം, അത് പാവങ്ങൾക്ക് ദാനം ചെയ്യണം. അത് വലിയൊരു സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി ധനം ആഗ്രഹിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടാവോ? ധനം ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവോ? ഇല്ല. പക്ഷെ എല്ലാവരും ധനികരാവോ? എല്ലാ ആളുകളും പണക്കാരാവോ? അതുമില്ല. ധനസമ്പാദന മാർഗത്തിൽ വേണ്ട വിധം അധ്വാനിച്ചാൽ മാത്രമാണ് സാധാരണഗതിയിൽ ആരാവുക? പണക്കാരാവുക, അല്ലാതെ പണക്കാരാവൂല. അപ്രകാരം തന്നെ പണ്ഡിതനാകാൻ ഒരാൾ കൊതിച്ചാൽ മാത്രം ഒരാൾ പണ്ഡിതനാവുമോ? ഇല്ല. എന്തു വേണം? അതിനു വേണ്ടി പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. സമ്പാദിച്ച ധനം സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ വേണ്ടി ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കാതെ സ്വയം സൂക്ഷിച്ചു വെക്കുന്ന ആളുകള് ആ പണ്ഡിതനും ആ ഒരുപാട് പണം സമ്പാദിച്ചു, ആർക്കും കൊടുക്കാതെ പെട്ടിയിലിട്ട് പൂട്ടി. എന്നാൽ ആ പണക്കാരനും പാവപ്പെട്ട ആളുമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. മാത്രമല്ല അവിടെ ദരിദ്രനാണ് എന്ത് ചെയ്ത് പണക്കാരനേക്കാൾ ഭേദമാരാ? ആ ദരിദ്രനാണ്. അപ്രകാരം തന്നെ പഠിച്ച് അറിവ്, ആ പഠിച്ച അറിവ് സ്വന്തത്തിനും നമ്മൾ സ്വയം ചെയ്യുകയും മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അത് ചെയ്യാത്ത പണ്ഡിതനും പാമരനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. അവിടെ ആ പാമരനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത സമ്പത്ത് പോലെയാണ്. ഇനി നോക്ക്, ആക്രാന്തം കൂട്ടുന്ന വ്യാമോഹിയായ ഒരു പണക്കാരൻ മതിവരാതെ പണസമ്പാദനത്തിന് മുഴുകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. എത്ര സമ്പാദിച്ചാലും മതി വരില്ല. സമ്പാദിക്കണം സമ്പാദിക്കണം എന്നുള്ള ഒറ്റ ചിന്ത. വിജ്ഞാനം ആഗ്രഹിക്കുന്ന ആളും ഇതുപോലെ തന്നെയാണ്, വ്യാമോഹാണ്. എത്ര പഠിച്ചാലും മതി വരില്ല. പണക്കാരൻ പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ വിജ്ഞാനം കൊതിക്കുന്ന ആൾക്കും എത്ര പഠിച്ചാലും മതി വരില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ട് അത്യാഗ്രഹികൾക്ക് മതി വരില്ല. ഒന്നാരാ? വിദ്യാപ്രേമി അഥവാ ഇൽമിനെ അന്വേഷിച്ച് നടക്കുന്നവൻ, അവനിക്ക് മതി വരില്ല. മറ്റതോ ഭൗതിക പ്രേമി, അവനും മതി വരില്ല. ഇൽമിനെ പഠിക്കുന്ന, ഇൽമ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മതവിദ്യയാണ്. മതപരമായ ഇൽമിനെ പഠിക്കുന്ന ആൾക്കും മതി വരില്ല. ഭൗതികമായ അറിവ് നേടുന്ന ആ മനുഷ്യനും മതി വരില്ല. എന്നാൽ ഇവർ രണ്ടുപേരും തുല്യരാണോ? ഭൗതികമായ ഇൽമു പഠിക്കുന്ന ആളും മതപരമായ ഇൽമു പഠിക്കുന്ന ആളും തുല്യരാണോ? അല്ല. എന്തേ കാരണം? മതപരമായ ഇൽമു പഠിക്കുന്ന ആള് അവന്റെ അല്ലാഹുവിന്റെ ഇഷ്ടം വർദ്ധിപ്പിച്ച് അവൻ എന്ത് ചെയ്യും? ആ ഇൽമിനെ പഠിച്ചുകൊണ്ടേയിരിക്കും.
അള്ളാഹുവിന്റെ പൊരുത്തമാണ് അവൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ആളോ, ഭൗതികമായ ആളോ, അവൻ അതിക്രമത്തിലാ മുമ്പോട്ട് പോകുന്നത്. അവൻ പഠിച്ച ഇൽമുകൊണ്ട്, മതപരമായ ഇൽമല്ലാത്തത് കൊണ്ട്, ഭൗതികപരമായി പഠിച്ചതുകൊണ്ട് അവൻ അതിക്രമത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഇത് രണ്ടിനും തെളിവായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, 2 ഖുർആൻ വാക്യങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. അല്ല, തീർച്ചയായും മനുഷ്യൻ തന്നെ ഐശ്വര്യവാനായിക്കൊണ്ടതിനു വേണ്ടി അതിക്രമം കാണിക്കുന്നു. അള്ളാഹുവിനെ അവന്റെ അടിമകളിൽ നിന്ന് വിവരമുള്ളവർ മാത്രമാണ് ഭയപ്പെടുന്നത്. എല്ലാ വിവരം ഉണ്ടായ അള്ളാഹുവിനെ പേടിക്കാൻ കഴിയില്ല. മതപരമായ ഇൽമുണ്ടാവുമ്പോഴാണ് അള്ളാഹുവിനെ പേടിക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി വേറൊന്ന്, ദുരുദ്ദേശത്തോടു കൂടി ഒരാള് ദുരുദ്ദേശത്തോടു കൂടി ധനസമ്പാദനം നടത്തിയാൽ അത് അവനിക്ക് വിനയായി തീരുമെന്നതുപോലെ തന്നെ ദുരുദ്ദേശപൂർണമായി കൊണ്ട് ഒരാൾ വിദ്യ സമ്പാദനം നടത്തിക്കഴിഞ്ഞാൽ അവനിക്ക് ഗുണത്തിന് ഉപരി എന്തുണ്ടാവും, ദോഷമുണ്ടാവും. അപ്പൊ ദുരുദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യാൻ പാടില്ല, ഇൽമിനെ പഠിക്കാൻ പാടില്ല. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിക്കേണ്ട ഒരറിവ് ഒരാൾ പഠിച്ചു, അയാളുടെ പഠന ലക്ഷ്യം ഭൗതികമായ വല്ല ചരക്കും നേടുക മാത്രമാണ്. എന്നാൽ അന്ത്യദിനത്തിൽ സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ ആസ്വദിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി അല്ലാതെ ഇൽമിനെ പഠിച്ചാൽ സ്വർഗത്തിന്റെ അടുത്ത് പോലും എത്താൻ അവനിക്ക് കഴിയില്ല. പണ്ഡിതന്മാരോട് കിടപിടിക്കാൻ, അവന്റെ പോലെ എനിക്ക് ആവണം എന്നുള്ള ആ ഒരു ദുഷിച്ച ചിന്ത, അതുപോലെ തന്നെ വിഡ്ഢികളോട് മത്സരിക്കാൻ, ഞാൻ വലിയ അറിവുള്ളവനാണ് എന്ന് അവന്റെ അറിവില്ലാത്ത ആളുകളുടെ ഇടയിൽ ആളാവാൻ, അതുപോലെ തന്നെ ജനവചനങ്ങളെ തന്നിലേക്ക് തിരിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ ശ്രദ്ധയൊക്കെ അവനിലേക്ക് ഞാൻ അറിവുള്ള ആളാണ് എന്നുള്ള നിലക്ക് തിരിച്ചുവിടാൻ വേണ്ടി ആരെങ്കിലും ഇൽമ് പഠിച്ചാൽ അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ നമ്മൾ ഇൽമു പഠിക്കുന്നത് എന്തിനായിരിക്കണം? അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആയിരിക്കണം. ധനത്തിന്റെ ഉറവിടം നന്നാവണം. നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്ന ധനത്തിന്റെ ഉറവിടവും നന്നാവണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും ഗുണകരമായി തീരുകയുള്ളൂ. അപ്രകാരം തന്നെയാണ് അള്ളാഹുവിന്റെ സ്രോതസ്സുകളും ശരിയായിരിക്കണം. ശുദ്ധമായ ഉറവിടത്തിൽ നിന്നല്ലെങ്കിൽ അത് വിശുദ്ധിക്ക് പകരം അവിശുദ്ധിയും വെളിച്ചത്തിന് പകരം ഇരുട്ടുമാണ് നമുക്ക് നൽകുക. അപ്പൊ നമ്മൾ ആ ഇൽമു പഠിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാക്ഷിക്കല് ആവശ്യമാണ്. വികല വിശ്വാസങ്ങളോ വികൃതി ചിന്തകളോ വെച്ച് പുലർത്തുന്നവരിൽ നിന്ന് അറിവ് സമ്പാദിക്കാൻ പാടില്ല. വേണ്ടാത്ത രൂപത്തിൽ നടക്കുന്ന ആളുകളുണ്ട്, വേണ്ടാത്ത ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരിൽ നിന്ന് അറിവ് സമ്പാദിക്കാൻ പാടില്ല. ദുർമാർഗികളിൽ നിന്ന് വിദ്യ തേടാൻ പാടില്ല. സ്വഹാബികളുടെ തൊട്ടടുത്ത തലമുറയാണ് ആര്? താബിഈകള്, അല്ലെ? അവരിലെ പണ്ഡിത നേതാക്കളിൽ ഒരാളാണ് ആര്? മഹാനായ മുഹമ്മദ് ബിനു സീരിൻ റളിയല്ലാഹു അൻഹു. അവരുടെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. ഈ വിജ്ഞാനം മതമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മതം പഠിക്കുന്നത് ആരിൽ നിന്നാണ് എന്നും കൂടെ നോക്കണം. അല്ലാതെ തോന്നിയ ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് ഇൽമു പഠിക്കാൻ പാടില്ല. നല്ല രീതിയിൽ പണം സമ്പാദിച്ച് നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്ന, ശരിയായ നിലയിൽ ചെലവഴിക്കുന്ന ആളുകള്, ശരിയായ നിലയിൽ വിദ്യ പഠിച്ച് ശരിയായ രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നതും അസൂയാർഹമായ സേവനങ്ങളാണെങ്കിലും ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? വൈജ്ഞാനിക സേവനമാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് ഭൗതിക ദുരിതാശ്വാസമാണ്, അഥവാ ശാരീരിക ദുരിതാശ്വാസം. രണ്ടാമത് പറഞ്ഞതോ ആത്മീയ ദുരിതാശ്വാസമാണ്. അപ്പോ ഒന്നാമത്തെ ആളുടെ ദാനം
അതിന്റെ ഗുണഭോക്താവിൽ മരണാന്തരം നിലനിൽക്കുന്നില്ല. രണ്ടാമത്തെ ആളുടെയോ അത് നിലനിൽക്കുന്നുണ്ട്, അത് മരിച്ചു കഴിഞ്ഞാലും അവനക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാധനത്തെക്കാൾ വലിയൊരു ധനം ഈ ലോകത്ത് ഇല്ല. വിദ്യാധനത്തെക്കാൾ വലിയൊരു ദാനവും ഇല്ല. വിദ്യ കൊണ്ട് ചെയ്യുന്ന ദാനത്തെക്കാൾ വലിയൊരു ദാനമോ വിദ്യയുടെ ധനത്തെക്കാൾ വലിയൊരു ധനമോ ഈ ലോകത്ത് ഇല്ല. ഇനി മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ അറിവ് സമ്പാദിച്ച് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നാണ് നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്ലെ? അപ്പൊ വിദ്യ അഥവാ അറിവ് നേടി അറിവ് പഠിച്ച് അത് പ്രചരിപ്പിക്കുന്ന ആളാണ് ഏറ്റവും നല്ല ആള്. ഇനി അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം പ്രവാചകൻ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ പള്ളിയില് 2 സദസ്സുകൾക്ക് ഇടയിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ 2 സദസ്സുകളും നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തേ കാരണം? ഒരു സദസ്സിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് ഇങ്ങനെ കണ്ണീരൊഴുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, താല്പര്യപൂർവം അപേക്ഷിക്കുകയാണ് അള്ളാഹുവിനോട്, റബ്ബേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ഇങ്ങനെ അവർ ദുആ ചെയ്യുന്നു. അവിടെ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു തആല അവർ ചോദിച്ചത് നൽകും. ഇനി അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ അതിന് മറുപടി ഉണ്ടാവൂല, വിലക്കുകയും ചെയ്യും. എന്നാ മറ്റൊരു സദസ്സ് ഏതാണ്? അവർ അറിവ് പഠിക്കുകയാണ്, അറിവ് പഠിച്ചുകൊണ്ടിരിക്കുക. ഫിഖ്ഹിന്റെ നിസ്കാരത്തിന്റെ മസലകളും വുളു എടുക്കുന്ന രൂപങ്ങളും അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന നല്ല ഇൽമ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. വിവരമില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അവർ പഠിക്കുന്നുണ്ട്, പഠിപ്പിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ടാമത് പറഞ്ഞ ഇൽമിന്റെ സദസ്സാണ് ഏറ്റവും ശ്രേഷ്ഠർ. അതുകൊണ്ട് ഞാൻ ഒരു അധ്യാപകൻ മാത്രമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് ഒരു അധ്യാപകനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതിന് ശേഷം ഈ ഫിഖ്ഹിയായ മജ്ലിസിൽ സദസ്സിൽ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിരിക്കുകയും ചെയ്തു. അപ്പോ നമ്മൾ ഇവിടെ മുൻഗണന കൊടുക്കേണ്ടത് എന്തിനാ? അറിവ് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം ക്ഷമിച്ച് സഹിച്ച് ഇൽമിനെ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ കാത്തിരിക്കുന്നത്, അല്ലേ? അൽഹംദുലില്ലാ വളരെ റാഹത്തായിട്ട് നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അത് കുറെ സംശയങ്ങൾ ചോദിച്ചു. സംശയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ചോദിക്കാൻ പൂതിയുണ്ട്. ഉസ്താദിന്റെ മറുപടി ഇങ്ങനെ കേൾക്കുമ്പോ ആ ചോദിച്ച ഒരു സംശയമില്ലാതെ വ്യക്തമായിക്കൊണ്ട് ആ ഉത്തരം കിട്ടുമ്പോ എന്ത് റാഹത്തുണ്ട്, എന്ത് സന്തോഷമുണ്ട്. അത് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണത്. ഇനി ഏറ്റവും കൂടുതൽ വേദന ലഭിക്കുന്ന, ഏറ്റവും യശസ്സും ശ്രേയസ്സും അന്തസ്സും ഓജസ്സുമുള്ള ഒരു പരമോന്നതമായ ഉദ്യോഗം, അവിടെ സർവീസിന് കാലാവധികളില്ല, സസ്പെൻഷൻ ഇല്ല, റിട്ടയർമെന്റ് ഇല്ല. അതാണ് ദീനി പകർന്നു കൊടുക്കുന്നതിന്റെ ഉദ്യോഗം. കണ്ടോ? ഇൽമിനെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അവിടെ സർവീസിന് കാലാവധി ഉണ്ടോ? നമ്മുടെ താജുൽ ഉലമ 95 വയസ്സ് വരെയും ഇൽമിനെ പഠിപ്പിച്ചു. ദർസ് എടുത്തിട്ട് നിന്നിട്ടും നടന്നിട്ടും കാണാതെയും. കണ്ടോ? അവിടെ കാലത്തിന് പരിധിയില്ല. ഇനി റിട്ടയർഡ് ആവുകയെന്ന് പറഞ്ഞിട്ട് ഇനി ഒതുങ്ങിയിരിക്കലുണ്ടോ? അതുമില്ല. അതാണ് ദീനി വിജ്ഞാനത്തിന്റെ വല്ലാത്തൊരു ഭംഗി. അള്ളാഹുവിന്റെയും അവന്റെ സകല ദാസന്മാരുടെയും സ്നേഹാശിസുകളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുന്ന സേവനമാണ് ഇൽമിനെ പഠിപ്പിക്കുക, പഠിക്കുക എന്നൊക്കെയുള്ളത്. പണ്ഡിതിന് വേണ്ടിയിട്ട്, ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട്, പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി, പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആകാശഭൂമികളിൽ
ഉള്ള മുഴുവൻ വസ്തുക്കളും പാപമോചനം തേടാണ്. എത്ര മഹാഭാഗ്യമാണത്. ലോകത്തുള്ള മുഴുവൻ ചരാചര വസ്തുക്കളും ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പാപമോചനം നടത്തുന്നു. ഏതുവരെ? സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും അതിൽ പെടുന്നുണ്ട്. സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും അതിൽ പെടുന്നുണ്ട്. ഇന്നല്ലിലാഹ വ അഖില കുല്ലി സമാഇ വൽ അർളി ഹത്തൽ ഹുതി മഅനം ലിൽ ഫലാ കുല്ലി യുസല്ലി യാ ഹബീബു അലല്ലദീ ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ. തെറ്റുണ്ടോന്ന് അറിയില്ല അല്ലേ? അല്ലാഹുവും ആകാശഭൂമികളിലെ സർവ വസ്തുക്കളും സമുദ്രത്തിലെ മത്സ്യങ്ങളും മുതൽ ഭൂമിയിലെ ഉറുമ്പ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? വിജ്ഞാനം നേടിയ ആ മനുഷ്യന്, നന്മ പഠിപ്പിച്ച ആ മനുഷ്യന് കരുണ കാണിക്കുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായി ഹദീസിൽ പറഞ്ഞ കാര്യമല്ലേ? സംശയം ഉണ്ടെങ്കിൽ ഉസ്താദുമാരോട് ചോദിച്ചറിയും. യുസല്ലി എന്ന് പറഞ്ഞാല് എന്താണ് ആ പദം? അല്ലാഹു, മലക്കുകള്, മറ്റുള്ളവർ എന്നിങ്ങനെ എല്ലാവരിലേക്കും ചേർക്കപ്പെട്ടത് കൊണ്ട് തന്നെ അവരിലെല്ലാം പൊതുവെ നടക്കുന്ന കരുണ കാണിക്കുക എന്ന അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കരുണ കാണിക്കുക. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം കരുണ കാണിക്കൽ എന്തെങ്ങനെയാണ്? കൃപ ചെയ്യ. അല്ലാഹു തആല കരുണ കാണിക്കുന്നത് എങ്ങനെയാണ്? കൃപ ചെയ്യ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കരുണ കാണിക്കല്? അവര് പൊറുക്കല്ല തേടുക. ആ മനുഷ്യന് വേണ്ടി ഇങ്ങനെ മലക്കുകൾ പൊറുക്കല്ല തേടുക. മറ്റുള്ളതോ ജന്തുക്കളും വൃക്ഷങ്ങളും മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണ്? അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ടോ, നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, ഞങ്ങളുടെ ഉസ്താദിന് ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കണേ, ഇൽമിൽ ബർക്കത്ത് കൊടുക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? അത് നമ്മുടെ കരുണയാണ്. അള്ളാഹുവിന്റെ കരുണ എന്താ? കൃപ ചെയ്യല. മലക്കുകളോ പൊറുക്കല്ല തേടലാണ്. കണ്ടോ, എത്ര വലിയ എത്ര വലിയ മഹത്വമാണ് അല്ലേ? ഇൽമിനെ പഠിപ്പിക്കുക. വിജ്ഞാനം സമ്പാദിക്കാനുള്ള വഴിയിൽ ആരെങ്കിലും അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. കണ്ടോ, വിജ്ഞാനം പഠിക്കാൻ ആരെങ്കിലും ആ വിജ്ഞാന വഴിയിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള ഒരു വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടുക എന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? ദുന്യാവിൽ വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് കൊടുക്കും, കഴിവ് കൊടുക്കും. പരലോകത്ത് രക്ഷപ്പെട്ടു സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഭയവും പ്രയാസവും ഇല്ലാത്ത വഴിക്ക് അല്ലാഹു നടത്തും. അതാണ് അതിന്റെ അർത്ഥം. സതുദ്ദേശത്തോടെ വിജ്ഞാന സമ്പാദന മാർഗത്തിൽ പ്രവേശിച്ചിട്ടും ബുദ്ധിമാന്ദ്യത്തിലോ മറവിയിലോ മറ്റോ അതിന് സാധിക്കാത്ത ആളുണ്ടല്ലോ, അവർക്കും ഈ പദവി ലഭിക്കും. കണ്ടോ, നമ്മൾ കേട്ടു, അപ്പൊ തന്നെ മറന്നു, പിന്നെ ഓർമ്മയില്ല, കുറച്ചു കഴിഞ്ഞപ്പോ ഓർമ്മയില്ല. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ ഇതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. നമ്മൾ ആ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ടേ ഉള്ളൂ,